പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്തതകൾക്കായി ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ കർത്താവിനെ സ്തുതിക്കുന്നപ്പ. അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ ദൈവം ഞങ്ങളെ പൊതിയുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും ഒരുമിച്ച് അങ്ങയുടെ തൃപ്പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവ്. ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്ന ചെറുതും വലുതുമായ സമസ്ത വിഷയത്തിനകത്ത് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവേ, ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി സ്വർഗം ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അവസാന കാലഘട്ടത്തിലെ ദൈവിക നിയോഗത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രാപ്തരാക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ അശക്തരാണ്, ഞങ്ങൾ ബലഹീനരാണ്. പക്ഷേ ഞങ്ങളെ ബലഹീനതകളെ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ബലമുള്ള വ്യാപാരങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അയോഗ്യമായി ഞങ്ങളെ നാവുകൾക്കകത്ത് നിന്റെ സാന്നിധ്യം വ്യാപരിച്ച്, അയോഗ്യമായി ഞങ്ങളെ കാതുകൾക്കകത്ത് നിന്റെ സാന്നിധ്യം വ്യാപരിച്ച് പരിശുദ്ധാത്മാവിന് ഞങ്ങളെക്കുറിച്ചുള്ള അതീവ നിയോഗങ്ങളെ ആത്മാവ് ഇന്ന് രാത്രി തുറക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളെ വിമർശിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന പല പ്രിയപ്പെട്ടവർ ഞങ്ങളെ ചുറ്റുമൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ നിന്റെ കണ്ണുകളിലേക്ക് മാത്രം ഇന്ന് രാത്രി നോക്കുന്നു. സർവഭൂമിയെ പടച്ചുണ്ടാക്കിയ തമ്പുരാനെ, അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ അടുത്തു വരികയാണ്. വചനത്തിന്റെ ശക്തി അതിന്റെ പൂർണ്ണ നിലവാരത്തിൽ ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളുടെ മേൽ ഒരുമിച്ച് പകരുന്ന നല്ല രാത്രിയാക്കി മാറ്റണം. അത്ഭുതം ദൈവം ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ആത്മീയ രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ ഇന്ന് രാത്രി ഒരുമിച്ച കർത്താവിന്റെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി നിറഞ്ഞ മനസ്സോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മുഖം, ആരുടെയും മുഖം എനിക്ക് ഇന്ന് രാത്രി കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ നമ്മളെ ഒരുമിച്ച, നമ്മളിരിക്കുന്ന കൂടാരങ്ങൾ, നമ്മളിരിക്കുന്ന പട്ടണങ്ങൾ, നമ്മളിരിക്കുന്ന രാജ്യങ്ങളെ കാണുന്നതിനായി നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുന്നു. ഇതുപോലുള്ള മീഡിയയ്ക്കൊക്കെ പല പരിമിതികളുണ്ടെങ്കിലും ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഒരു പരിമിതിയില്ല. ഏത് വാതിൽ അടച്ചിട്ടിരുന്നാലും ആ വാതിൽ തുറക്കാതെ അതിനകത്ത് പ്രത്യക്ഷപ്പെട്ട് അസമാധാനത്തിലിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ സമാധാനം ഘോഷിക്കാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു കർത്താവാണതെന്ന് പറയുന്നതിന് ഇന്ന് രാത്രി തികച്ചും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് ഇന്ന് രാത്രി ഒരുമിച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻഡ് ടൈം റിവൈവൽ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഫേസ്ബുക്ക് പേജിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജിജി യോഹൻ, ജിജി വർഗീസ് അവരുകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഈ ടീമിന്റെ പിന്നിൽ അത്യുദ്ധാനം ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും സർവശക്തനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേക സാഹചര്യത്തിനകത്ത് ഇതുപോലുള്ള മീഡിയയൊക്കെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ. നിങ്ങളെ തിരക്കുകളൊക്കെ അല്പസമയങ്ങൾ മാറ്റിവെച്ച് വളരെ പ്രാർത്ഥനയോടെ വളരെ കുറച്ച് സമയങ്ങൾ, ഒരു 10-45 മിനിറ്റ് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ സർവശക്തൻ നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്നെ ഹൃദയം തുറന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന. ഒരു പക്ഷേ ഈ ലൈവ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സാഹചര്യങ്ങൾ ലഭ്യമാകുന്ന നിലവാരത്തിങ്കിൽ ഈ മെസ്സേജുകളൊക്കെ കേൾപ്പാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്നെ ഹൃദയം തുറന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പിടി ആത്മീയ ചിന്തകളാണ് ഇന്ന് രാത്രി സംസാരിപ്പാൻ മാനുഷികമായി ഞാൻ ആഗ്രഹിച്ചതെങ്കിലും വൈകിട്ട് അല്പസമയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് ദൈവാത്മാവിന്റെ ശ്രദ്ധയെ കൊണ്ടുവരികയും ആ വിഷയത്തെ ആസ്പദമാക്കി ഒരു പിടി ആത്മീയ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി ചിന്തിച്ച് കർത്താവിന്റെ നാമം ഉയർത്താൻ സർവശക്തൻ നമുക്ക് പ്രാപ്തി നൽകട്ടെ. സ്തോത്രം. ഈ ടീമിന്റെ, ഈ പേജിന്റെ പേര് പോലെ തന്നെ ഒരു അവസാന കാലഘട്ടത്തിന്റെ ഉണർവിന് വേണ്ടി സർവശക്തൻ നമ്മൾ ഈ ദിവസങ്ങൾ യോഗ്യരാക്കട്ടെ എന്നെ ഹൃദയം തുറന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെ, ഈ മീറ്റിംഗ് ഈ കൂട്ടായ്മകളെ കർത്താവ് വിശാലതകളിലേക്ക് കൊണ്ടുവരട്ടെ. ഇന്ന് രാത്രി നമ്മൾ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മസാന്നിധ്യത്തിൽ എഴുന്നേറ്റ് ആത്മനിയോഗത്തിനായി പുറപ്പെടുക എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഒരു ഭാഗം കൂടെ ആ വിഷയത്തെ ഒന്ന് അവതരിപ്പിക്കാം. ആത്മസാന്നിധ്യത്തിൽ എഴുന്നേൽക്കുക, ആത്മനിയോഗത്തിനായി പുറപ്പെടുക. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുന്നേൽക്കുക എന്ന് ആസ്പദമാക്കി അനവധി വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമ, പുതിയ നിയമ പുസ്തകത്താളുകളിലൊക്കെ എഴുന്നേൽക്കാൻ പറയുന്ന നിരവധി വാക്യങ്ങളുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ എന്നെക്കാൾ പ്രസംഗിക്കാൻ കഴിവുള്ള യോഗ്യന്മാരായ പല ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിനകത്തുണ്ട്. ഈ കേൾവിക്കാരിൽ പലരും, സ്തോത്രം, ഈ വ്യൂവേഴ്സ് ആയിട്ട് ഉള്ള പലരും ഒരുപക്ഷെ ശക്തന്മാരായ പ്രാസംഗികന്മാരാകാൻ സാധ്യതയുണ്ട്. എഴുന്നേൽക്കുക എന്ന് പറയുന്ന വിഷയം നിങ്ങളുടെ കരത്തിലേക്ക് തന്നാൽ നിരവധി ഭാഗങ്ങളെ ആസ്പദമാക്കി അതിനകത്ത് നിന്നും ശക്തമായി പ്രസംഗിക്കാൻ പ്രാപ്തിയുള്ളവർ ഈ കൂട്ടത്തിനകത്ത് തന്നെയുണ്ട്. പഴയ നിയമത്തിനകത്ത്
ലോത്തിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, എഴുന്നേൽക്കണം, എഴുന്നേറ്റ് നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, പുറപ്പെടണം. ആ എഴുന്നേൽക്കുക എന്നുള്ള ദൈവം ഉദ്ദേശിച്ച അർത്ഥം സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള എഴുന്നേൽപ്പാണ്. പുതിയ നിയമത്തിനകത്ത് യോസെഫ് എന്ന് പറയുന്ന യേശുവിന്റെ അപ്പൻ, മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ യേശുവിന്റെ അപ്പനായിരിക്കുന്ന യോസെഫിനോട് ദൈവം പറഞ്ഞു, എഴുന്നേൽക്കണം, അമ്മയെ കൂട്ടി കുഞ്ഞിനെ കൂട്ടി നീ എഴുന്നേറ്റ് പുറപ്പെട്ടു പോകണം. ആ എഴുന്നേൽക്കും സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള എഴുന്നേൽപ്പാണ്. സ്തോത്രം. അങ്ങനെ വേദപുസ്തകത്തിനകത്ത് പല നിലവാരത്തിലുള്ള എഴുന്നേൽപ്പുകളുണ്ട്. ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് നദിക്കരയിലേക്ക് പുറപ്പെട്ടു പോകുക. സ്തോത്രം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നന്ന രാവിലെ എഴുന്നേൽക്കണം. സ്തോത്രം. അങ്ങനെ വേദപുസ്തകം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല നിലവാരത്തിൽ ഭക്തന്മാരോട് ദൈവം എഴുന്നേൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം അത്ര വൈഡാക്കാൻ ഇന്ന് രാത്രി പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് നിന്നും 3 എഴുന്നേൽപ്പുകൾ ഇന്ന് രാത്രി പറഞ്ഞ് എന്റെ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഒരു പക്ഷേ ഈ ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ആ 3 എഴുന്നേൽപ്പുകൾ ഏതൊക്കെയാണെന്ന് തുടക്കത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ച് അതിന്റെ വിശദീകരിച്ച ദൂതിയിലേക്ക് ഇന്ന് രാത്രി പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം, 3 അധ്യായത്തിനകത്തെ 3 എഴുന്നേൽപ്പുകൾ ആണ് ഇന്ന് രാത്രി നമ്മൾ സംസാരിപ്പാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. ആത്മനിയോഗത്തിലുള്ള 3 എഴുന്നേൽപ്പുകൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായം, 9-ാം അധ്യായം, 10-ാം അധ്യായം. 8-ാം അധ്യായത്തിനകത്തെ എഴുന്നേൽപ്പ് ഞാൻ ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക. 1-ാമത്തെ പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിനകത്തെ എഴുന്നേൽപ്പ് ദൈവം പറയുന്നത് ഫിലിപ്പോസിനോടാണ്, ദൂതൻ പറയുന്നത് ഫിലിപ്പോസിനോടാണ്. ആ എഴുന്നേൽപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ എഴുന്നേൽപ്പിന്റെ പൂർത്തീകരണം എന്തൊക്കെയാണ്? ആ എഴുന്നേൽപ്പിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പിറകാലെ ചിന്തിക്കും. അവിടെ നിൽക്കട്ടെ ആ ഭാഗം. 2-ാമത്തെ എഴുന്നേൽപ്പ് കിടക്കുന്നത് 9-ാമത്തെ അധ്യായത്തിനകത്താണ്. 9-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു, കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അപ്പൊ പ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ എഴുന്നേൽപ്പ് 9-ാം അധ്യായത്തിനകത്തെ 2-ാമത്തെ എഴുന്നേൽപ്പ് ദൈവം പറയുന്നത് അനന്യാസിനോടാണ്. ആ എഴുന്നേൽപ്പ് എന്തിനു വേണ്ടിയാ? അതിന്റെ പൂർത്തീകരണം എന്തൊക്കെയാ? എഴുന്നേൽപ്പിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പിറകാലെ ചിന്തിക്കും. 3-ാമത്തെ എഴുന്നേൽപ്പ് 10-ാം അധ്യായം, പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 10-ാമത്തെ അധ്യായം. ആ വാക്യം ഇങ്ങനെയാണ്, പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. 20-ാം വാക്യം, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ട് എങ്കിൽ ആ 3 എഴുന്നേൽപ്പിന്റെ താഴെ ഒരു കൊച്ചു വരയിട്ടോണം. അതൊരു സാധാരണ വാക്കായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. വളരെ ശക്തമായ ആത്മീയ നിയോഗങ്ങൾ, ആത്മീയ ദൂതുകൾ അടങ്ങിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ആ 3 ഭാഗത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുക. ഇനി വളരെ പ്രാർത്ഥനയോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1-ാമത്തെ എഴുന്നേൽപ്പ് ദൈവം പറയുന്നു ഫിലിപ്പോസിനോട്, നീ എഴുന്നേൽക്കുക, ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പുറപ്പെട്ടു പോകുക. ആ എഴുന്നേൽക്കാൻ ദൈവം പറഞ്ഞത് ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. ഷണ്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. 2-ാമത്തെ എഴുന്നേൽപ്പ് അനന്യാസിനോട് ദൈവം എഴുന്നേൽക്കാൻ പറയുന്നത് പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. 3-ാമത്തെ എഴുന്നേൽപ്പ് പത്രോസിനോട് ദൈവം എഴുന്നേൽക്കാൻ പറയുന്നത് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടിയാ. ഇനി 3 ഭാഗങ്ങൾ നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളിത് വിശദീകരിക്കും. ഒരു ഔട്ട്ലൈനിന് ഒരു തുടക്കം എന്നതുപോലെ ഒരു ആമുഖ സന്ദേശത്തിൽ ഞാൻ ഇങ്ങനെ പറയാം. സ്തോത്രം. പ്രാർത്ഥനാ റൂമിൽ ഈ കൊച്ചു വാക്യമായിട്ട് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 3 എഴുന്നേൽപ്പിന്റെ പിന്നിൽ ശക്തമായ 3 നിയോഗങ്ങളുണ്ട്. സ്തോത്രം. 1-ാമത്തെ ആത്മനിയോഗത്തിനകത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റത് ഷണ്ടന് വേണ്ടിയിട്ടാ. അത് യാഥാർത്ഥ്യമാണ്. വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രാർത്ഥന റൂമിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആശയം ഞാൻ പറയാം. ഈ എഴുന്നേൽപ്പ് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വിടുതലിന് വേണ്ടിയിട്ടുള്ള എഴുന്നേൽപ്പായിരുന്നു ഇത്. അല്ലെങ്കിൽ ആ മനുഷ്യനെ രക്ഷയിലേക്ക് നടത്താനുള്ള ഒരു എഴുന്നേൽപ്പായിരുന്നു ഇത്. ഇതിനകത്തൊക്കെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കും. സ്തോത്രം. അപ്പോൾ 1-ാമത്തെ എഴുന്നേൽപ്പ് സൊസൈറ്റിയിൽ ഹൈ പൊസിഷനിലുള്ള ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടിയിട്ടുള്ള എഴുന്നേൽപ്പാണ്. 2-ാമത് അനന്യാസ് 9-ാം അധ്യായത്തിനകത്ത് അനന്യാസിനോട് ദൈവം എഴുന്നേൽക്കാൻ പറയുന്നു. ആർക്ക് വേണ്ടി? പൗലോസിന് വേണ്ടി എഴുന്നേൽക്കാൻ പറയുന്നു. സ്തോത്രം. ആ എഴുന്നേൽപ്പിന്റെ പിന്നിൽ ആത്മീയാർത്ഥം എന്താ? ആ എഴുന്നേൽപ്പിന്റെ പിന്നിൽ ആത്മീയാർത്ഥം പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും. ആ മനുഷ്യന് പ്രമാണം അറിയാം. സ്തോത്രം. നിങ്ങൾക്കറിയാം പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ന്യായപ്രമാണത്തിൽ തികഞ്ഞ ഒരു മനുഷ്യനാണ്. സ്തോത്രം. അന്നത്തെ ഏറ്റവും വലിയ സ്കൂൾ എന്ന് പറയുന്നത് ഗമാലിയന്റെ പാദപീഠമാണ്. നിങ്ങൾ ബൈബിൾ പഠിക്കുന്നവരല്ലേ, ചിന്തിക്കുന്നവരല്ലേ? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. ഗമാലിയന്റെ പാദപീഠം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അന്നത്തെ ഏറ്റവും വലിയ സ്കൂളാണ്. സ്തോത്രം. പ്രമാണം പഠിക്കുന്ന ആ സ്കൂളിൽ പോയി പ്രമാണം പഠിച്ച് തികഞ്ഞ ഒരു മനുഷ്യനാണ് പൗലോസ്. ന്യായപ്രമാണത്തെ സംബന്ധിച്ച് ശക്തമായ വെളിപ്പാടുള്ള ഒരു മനുഷ്യൻ. സ്തോത്രം.
ഇന്നത്തെ പോലെ ചുളുവിനൊരു കൊച്ചു ഡിഗ്രി ഒപ്പിച്ചതല്ല പൗലോസ് എന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം. നമ്മൾ പറയാറില്ലേ, ചില അമ്മമാരൊക്കെ പറയാറില്ലേ, എടാ പഠിക്കുന്ന കാലഘട്ടത്തിൽ നീ എന്തെങ്കിലുമൊക്കെ പഠിക്ക്, നിനക്കൊരു വിവാഹ സമയം എത്തുമ്പോൾ നിശ്ചയമായിട്ട് പെണ്ണ് വീട്ടുകാർ ഇങ്ങനെ ചോദിക്കും, ചെറുക്കൻ എന്നാ ജോലി, അവൻ എന്നാ വിദ്യാഭ്യാസമുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച് എഞ്ചിനീയറിംഗിനകത്ത് അഡ്മിഷൻ എടുത്ത പിള്ളേർ നമ്മുടെ കൂട്ടത്തിനകത്തുണ്ട്. സ്തോത്രം. വിവാഹ സമയം എത്തുമ്പോൾ +2 എന്ന് പറയുന്നത് നാണക്കേടാ, 10ാം ക്ലാസ് എന്ന് പറയുന്നത് നാണക്കേടാ എന്ന് ചിന്തിച്ച് സ്തോത്രം ഒരു കൊച്ചു BCom എടുത്ത, ഡിഗ്രി എടുത്ത പലരും നമ്മുടെ കൂട്ടത്തിനകത്തുണ്ട്. എന്ന് വെച്ചാൽ അവരുദ്ദേശിച്ച അർത്ഥം വേറൊന്നുമില്ല, സൊസൈറ്റിയിൽ ഇച്ചിരി നിവർന്ന് നിൽക്കണം, അതുകൊണ്ട് ഒരു ഡിഗ്രി എങ്കിലും അനിവാര്യമാണ് എന്ന് ചിന്തിച്ച് ചുഴുവിനകത്ത് പോയി ഡിഗ്രി എടുത്തവരും നമ്മുടെ കൂട്ടത്തിനകത്ത് ഉണ്ട്. ഞാനൊരു ചിന്തയായിട്ടൊക്കെ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഇതുപോലെ ഒരു ഡിഗ്രി എടുത്ത മനുഷ്യനാണ് പൗലോസ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ആ മനുഷ്യന് ആ ന്യായപ്രമാണം പഠിച്ചതിന്റെ പിന്നിൽ ഒരു പരമപ്രധാനമായ ഉദ്ദേശമുണ്ട്. സ്തോത്രം. ചുളുവിന് പോയി ഒരു കൊച്ചു ഡിഗ്രി ഒപ്പിക്കുക, ന്യായപ്രമാണം പഠിക്കുക, ഈ ഒരു അർത്ഥത്തിലല്ല പൗലോസ് ന്യായപ്രമാണം പഠിച്ചത്. പഴയ നിയമ വ്യവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ, അതിന്റെ ആഴമായ ചിന്തകളിലേക്കൊക്കെ ഇറങ്ങി വരാൻ, ഒരു വലിയ അധികാരപത്രം വാങ്ങാൻ. സ്തോത്രം. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കോണ്ടാക്റ്റുകളൊക്കെ ലഭിക്കപ്പെടാനായിരിക്കാം പൗലോസ് ഒരുപക്ഷെ ന്യായപ്രമാണം പഠിച്ചത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. സ്തോത്രം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഈ ഭാഗത്തെ ആത്മീയ അർത്ഥം ഇത്രയേ ഉള്ളൂ, പ്രമാണം അറിയാവുന്ന, ഒരുപക്ഷെ പഴയ നിയമത്തിലെ മശിഹായെ കുറിച്ച് അറിയാവുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച്, മശിഹായെ കുറിച്ച് അറിയാം, പക്ഷെ കർത്താവിനെ ആരാധിക്കുകയല്ല. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ എഴുന്നേൽപ്പ്. സ്തോത്രം. മൂന്നാമത്തെ എഴുന്നേൽപ്പ് ഒരു ജാതീയ മണ്ഡലത്തിൽ നിൽക്കുന്ന കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടിയിട്ടുള്ള എഴുന്നേൽപ്പ. സ്തോത്രം. ഞാൻ ഈ 3 ഭാഗം ഒന്ന് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സഹോദരങ്ങളെ, സൊസൈറ്റിയിൽ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ചിലരുണ്ട്. ആമേൻ. സ്തോത്രം. ഞാൻ ആ വാക്ക് പറയുമ്പോൾ പരിശുദ്ധ ആത്മാവ് എനിക്ക് തരുന്ന ഒരു നിയോഗം കൂടെ ഞാൻ കൈമാറ്റം ചെയ്യാം. ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സന്തതിയെ നോക്കി വിശ്വാസത്തോടെ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മമ്മിമാർ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇവൻ രാജാക്കന്മാരോട് ദൂത് പറയാൻ, നേതാക്കന്മാരോട് ദൂത് പറയാൻ, ചില ഷണ്ണന്മാരോട് ദൂത് പറയാൻ, ചില ഭണ്ഡാരങ്ങൾക്ക് മേൽവിചാരകന്മാരായിരിക്കുന്ന ചിലരോട് ദൂത് പറയാൻ എന്റെ തലമുറയെ നീ പ്രാപ്തനാക്കണം. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും മമ്മിമാരുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. കൊച്ചിന് നല്ല ഡിഗ്രി വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആമേൻ. സ്തോത്രം. അവനെ നല്ല ഹൈ പൊസിഷനിൽ കയറ്റണ്ട, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിക്കണം. എന്നാൽ അതിനേക്കാളും അപ്പുറം പ്രാർത്ഥിക്കുന്ന മമ്മിമാർ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്ന പപ്പന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, എന്റെ മോൻ ഒരു ഡോക്ടർ ആകുന്നതിനേക്കാൾ, എന്റെ മോൻ ഒരു എഞ്ചിനീയർ ആകുന്നതിനേക്കാൾ, കർത്താവേ, അവൻ രാജാക്കന്മാരോട് ദൂത് പറയുന്ന, നേതാക്കന്മാരോട് ദൂത് പറയുന്ന, സൊസൈറ്റിയിൽ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ചിലതിനെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്ന ഒരു നാഴികക്കല്ല എന്റെ മകനെ നീ മാറ്റണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര മമ്മിമാർ ഇന്ന് രാത്രി ഉണ്ട്. അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെ ഒരു പ്രാർത്ഥന ഒരു മമ്മിയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടും. നിങ്ങൾക്കറിയാമോ, പഴയ നിയമം നിങ്ങൾ പഠിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, 2 പേരുകളുടെ സമുച്ചയമാണ്. സ്തോത്രം. ഒരുപക്ഷെ മെസ്സേജിന് സ്പീഡ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചില ആവേശത്തിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. സ്തോത്രം. പഴയ നിയമത്തിനകത്ത് ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. 2 പേരുകളുടെ സമുച്ചയമായി ഏലിയാവ്, യാഹുവേ. സ്തോത്രം. അതിന്റെ അർത്ഥം യഹോവ ദൈവമാകുന്നു എന്ന. നിങ്ങൾക്കറിയാമോ, ആ കാലഘട്ടത്തിനകത്ത് ബാലിനെ ആരാധിച്ച്, ബാലിനെ സേവിച്ച, ബാലിന് യാഗപീഠം ഒരുക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിനകത്ത് അധികാരത്തിലിരിക്കുന്നവൻ അനാത്മീയതയുടെ ചുക്കാൻ പിടിക്കുമ്പോൾ, സ്തോത്രം, ഏതോ ഒരു കൊച്ചു കുടിലിനകത്ത് ജനിച്ച മനുഷ്യനായി ഏലിയാവ്. അങ്ങനെ ബൈബിളിൽ ഉണ്ടോ മോനെ? സ്തോത്രം. അങ്ങനെ ബൈബിളിൽ ഇല്ല. പക്ഷെ ഏലിയാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഏലിയാവ് വന്നത് തിഷ്പിയ എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്ന്. തിഷ്പിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. ഗിലെയാദിന് കിഴക്കുള്ള ഒരു കാട്ടുപ്രദേശമാണ് തിഷ്പിയ. രക്തത്താൽ ചെയ്യാം. സ്തോത്രം. ഒരു ട്രൈബൽ ഏരിയ ആണ് തിഷ്പിയ. സ്തോത്രം. അപ്പൊ ഈ ട്രൈബൽ ഏരിയ, ഗിലെയാദിന് കിഴക്കുള്ള ഒരു കാട്ടുപ്രദേശം, കാട്ടിൽ നിന്ന് വന്ന മനുഷ്യൻ എങ്ങനാകും? ഒരു വലിയ കൊട്ടാരമൊന്നും അവനില്ല, ഒരു വലിയ സിറ്റുവേഷനിലല്ല ഏലിയാവ് ജനിച്ചതാ. അപ്പോ ഒരു ഇടുങ്ങിയ മണ്ഡലത്തിൽ ഒരു കൊച്ചു കുടിലിനകത്ത് പ്രാകൃതമായ ഒരു രൂപമുള്ള മനുഷ്യനായി ഏലിയാവ്. എന്റെ ഒരു കൊച്ചു ചിന്തയാ, ഒരു വിമർശനത്തിന് ഞാനില്ല. ഒരുപക്ഷെ കറുപ്പ് നിറമുള്ള, താടിയ മുടിയൊക്കെ നീട്ടി വള, ഒരു പ്രാകൃത രൂപത്തിനുടമസ്ഥനായ ഏലിയാവ്. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ അപ്പനും അമ്മയും കൈകളിൽ എന്തി ചോദിച്ചു, കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ കുഞ്ഞിനെ ഞങ്ങൾ എന്നാ പേര് വിളിക്കണം? എന്റെ ചിന്ത ഒരുപക്ഷെ ദൈവം നിയോഗം കൊടുത്തിട്ടാകാൻ സാധ്യതയുണ്ട്.
ആ കരത്തിലേന്തിയ കുഞ്ഞിനെ ആ പപ്പയും മമ്മിയും ആത്മനിയോഗത്തിൽ ഒരു പേര് വിളിച്ചു. ഇവന്റെ പേര് ഏലിയ വന്നിരിക്കട്ടെ. സ്തോത്രം. ബാലിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ജീവനോടെ ഇരിക്കുമ്പോൾ സ്വന്തം കരത്തിൽ കിട്ടിയ തലമുറയെ നോക്കി ആ മമ്മിയോ പപ്പയോ ആത്മനിയോഗത്തിൽ ഒരു പേര് വിളിച്ചു. ഇവൻ യഹോവ ദൈവമാണെന്ന് തെളിയിക്കാൻ യഹോവ ദൈവമാണെന്ന് തെളിയിക്കാൻ നമുക്ക് ദൈവം തന്ന സന്തതിയാ. എന്ത് സംഭവിച്ചു? അതിന്റെ പിന്നിലെ ആത്മീയ അർത്ഥം പറയാം. കാട്ടിനകത്ത് ഒതുങ്ങിപ്പോകാതെ ആത്മനിയോഗമുള്ള ആ മനുഷ്യനെ കാടിന്റെ ബൗണ്ടറി പൊട്ടി സൂമിറ്റ്. സ്തോത്രം. ഞങ്ങൾക്ക് ടൈം ഉണ്ടേ കാണുമില്ല, ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടും. അങ്ങനെ ഒരു മനോഭാവത്തിൽ ആത്മീയ ശുശ്രൂഷകൾ ശ്രദ്ധിക്കാതെ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ദൂതുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ഒരു ദൈവദാസൻ, ഒരു പാസ്റ്റർ ആത്മനിയോഗത്തിൽ പറയുന്ന വാക്കിന്റെ പിന്നിൽ എന്റെ ചിന്ത, അതിന്റെ പിന്നിൽ അസാധാരണമായ ഒരു ദൈവത്തിന്റെ വാക്കുണ്ടെന്ന. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിന്റെ തലമുറ UK-യിലാകട്ടെ, USA-യിലാകട്ടെ, ലണ്ടനിലാകട്ടെ, കാനഡയിലാകട്ടെ, ജർമ്മനിയിലാകട്ടെ, ആഫ്രിക്കയിലാകട്ടെ, ആമേ സ്തോത്രം, ഏത് ഭൂമിയുടെ ഏത് പരപ്പിലാണേലും, ബാംഗ്ലൂരോ ചെന്നൈയോ ആമേ സ്തോത്രം, ഈറോഡോ പൂനെയോ, ഭൂമിയുടെ ഏത് പരപ്പിലാണേലും ദൈവാത്മാവ് ദൂത് പറയുന്നു, ആ ഗ്രാമം, ആ പട്ടണം അവനെ ഒതുക്കുകയല്ല, രക്തത്താൽ ചെയ്യും. അവനൊരു പുറപ്പാടുണ്ട്, അവനൊരു നിയോഗമുണ്ട്. അവൻ ഹൈ പൊസിഷനിൽ സൊസൈറ്റിയിൽ നിൽക്കുന്നവരോട് ദൂത് പറയാൻ ദൈവം കൊണ്ടുവന്ന ഒരു പൈതലാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. രക്തത്താൽ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ എഴുന്നേൽപ്പ് ഫിലിപ്പോസിന്റെ എഴുന്നേൽപ്പ്. എന്തിന് എഴുന്നേറ്റ് മാസ്റ്ററെ? പറയാം. ആ എഴുന്നേൽപ്പ് സൊസൈറ്റിയിലുള്ള ഒരു മനുഷ്യന്റെ വിടുതലിന് വേണ്ടിയിട്ട്, ഷണ്ണന്റെ വിടുതലിന് വേണ്ടിയിട്ടുള്ള എഴുന്നേൽപ്പ്. ഇനി ആ ഭാഗം ഞാൻ അവിടെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ഒരു ഭാഗത്തെ ഒന്ന് വിശദീകരിച്ച് നമുക്ക് ഈ 8-ാം അധ്യായത്തിലേക്ക് വരാം. സ്തോത്രം. നമ്മുടെ വിഷയം ആത്മസാന്നിധ്യത്തിൽ എഴുന്നേൽക്കുക, ആത്മനിയോഗത്തിനായി പുറപ്പെടുക. ഈ വിഷയമാണല്ലോ. സ്തോത്രം. അപ്പോൾ ആത്മസാന്നിധ്യത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്ന വാക്ക് പറയുന്നതിനേക്കാൾ മുമ്പ് ആത്മസാന്നിധ്യം എന്താണെന്ന് പറയണം. സ്തോത്രം. ആത്മസാന്നിധ്യം എന്ന് പറയുന്ന വാക്ക് വിശദീകരിക്കേണ്ട കാര്യം നമുക്കില്ല. ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 10 ടമ്മേർ അടിക്കുന്നതൊന്നുമല്ല ആത്മസാന്നിധ്യം. അങ്ങനൊന്നും ചിന്തിക്കരുത് കേട്ടോ. സ്തോത്രം. പെന്തക്കോസ്തിന്റെ ആമേൻ സ്തോത്രം വലിയ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ കീബോർഡിന്റെ അവസാനം 10 ഋതം ഇടുന്നതാണോ മാസ്റ്ററെ? 180, 200, 220 ഋതം കൊണ്ടുപോകുന്നതാണോ? അങ്ങനൊന്നും ചിന്തിക്കരുത്. അതൊന്നും ആത്മസാന്നിധ്യമല്ല. അതൊക്കെ പിന്നെ അഭിഷേകം വരുമ്പോൾ നമ്മളൊരു ബാഹ്യ പ്രകടനം പോലെ ചെയ്യുന്നതേ ഉള്ളൂ. 10 കസേര തല്ലി പൊട്ടിക്കുന്നതോ 10 പാവലിച്ച് കീറുന്നതോ ഇതൊന്നും ആത്മസാന്നിധ്യത്തിന്റെ ഹൈ ലെവലാണ്. അങ്ങനെ ഒരു ചിന്തയൊന്നും നമ്മുടെ മനസ്സിനകത്ത് വരരുത്. അഭിഷേകത്തിന്റെ ആത്മസാന്നിധ്യത്തിന്റെ ഹൈ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പെന്തക്കോസ്തിന്റെ 1-ാം തലമുറയിലേക്ക് ഇറങ്ങി വരണം. രക്തത്താൽ ജയം. ഞാൻ കേട്ടിട്ടുണ്ട് കർത്താവിന്റെ ദാസൻ വാര്യപുരം യോനാച്ചാനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ട് കാണാൻ സാധ്യതയുണ്ട്. അഭിഷേകത്തിന്റെ ശക്തിയുള്ള ആ മനുഷ്യനുണ്ടല്ലോ. സ്തോത്രം. ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ഭൂതത്തിന്റെ ശക്തി കെട്ടി ആരെങ്കിലും കൊണ്ടുവന്നാൽ, സ്തോത്രം, ഭൂതം ആ വീട്ടിൽ വരേണ്ട കാര്യം പോലുമില്ല. അതിനു മുമ്പേ ഭൂതം അലറിയോടുമായിരുന്നു. കാരണം ആ വാര്യപുരം യോനാച്ചാൻ എന്ന് പറയുന്ന ആ അഭിഷക്തന്റെ മേൽ വ്യാപരിച്ച ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകതയാണ്. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? IPCയുടെ ഹെഡ് എന്ന് പറയുന്നത് കുമ്പനാടാണ്. സ്തോത്രം. കുമ്പനാട് പണ്ട് നമ്മുടെ അപ്പച്ചന്മാര് കുമ്പനാട് കൺവെൻഷന് പന്തല് നാട്ടാൻ വേണ്ടി കുഴികുത്തി, അതിനകത്ത് ആ കുഴികുത്തി ആ കാര്യം ക്രമീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ദൈവദാസന്മാര് പറയുന്നത്. സ്തോത്രം. റോഡിലൂടെ ബസ്സിനകത്ത് പോയ ഒരു മനുഷ്യന്റെ അകത്തിരുന്ന ഭൂതശക്തി അലറിപ്പോയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്റെ കർത്താവേ, എന്റെ തമ്പുരാനെ, എന്തോ അനോയിന്റിങ് ആ പിതാക്കന്മാരുടെ മേൽ വ്യാപരിച്ച ഇന്നത്തെ തലമുറ അഭിഷേകം ഒരു കൊച്ചു കീബോർഡിനകത്ത് ഒതുങ്ങിയപ്പോൾ, ഇന്നത്തെ തലമുറ അഭിഷേകം ഒരു 10 കൈയടിക്കകത്ത് ഒതുക്കിയപ്പോൾ, സ്തോത്രം, പിതാക്കന്മാരുടെ മേൽ വ്യാപരിക്കപ്പെട്ട അഭിഷേകത്തിന് ഒരു പ്രത്യേക പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു പുറപ്പാടുണ്ടായിരുന്നു. രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മസാന്നിധ്യം എന്ന് പറയുന്ന ആ വിഷയത്തെ ഒന്ന് നമുക്ക് തൊട്ടിട്ട് ഈ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഭാഗം ഒന്ന് വിശദീകരിക്കാം. 8-ാം അധ്യായത്തിലേക്ക് വരാം. സ്തോത്രം. നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഞാനത് പറയാം. 1-ാം അധ്യായം, പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ ഒരു ആത്മസാന്നിധ്യം ഇങ്ങനെ ചലിക്കുന്നുണ്ട്, ഒരു അഭിഷേകം ഇങ്ങനെ ചലിക്കുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, എന്നെക്കാൾ ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവർ ഇതിനകത്തുണ്ട്. ഈ വിഷയം നിങ്ങൾ വൈഡാക്കാൻ ശ്രമിക്കുക. 1-ാം അധ്യായത്തിലെ ആത്മസാന്നിധ്യം,
പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യത്തിന് ഞാൻ ഇട്ട പേര് കേട്ട ആത്മസാന്നിധ്യം എന്ന. രക്തത്താൽ ജയം, കേട്ട ആത്മസാന്നിധ്യം. സ്തോത്രം. ലജ്ജയില്ലെങ്കിൽ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും എന്നെ മനസ്സ് പറയുന്നു. 1-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത കേട്ട ആത്മസാന്നിധ്യം. എന്നാ കേട്ടു? വാഗ്ദത്തത്തെ കുറിച്ച് കേട്ടു. 1:4 പറയുന്നു, അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേം വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യത്തിന് ഞാൻ ഇട്ട പേര് കേട്ട ആത്മസാന്നിധ്യം എന്ന. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരാം. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത അത് കണ്ട ആത്മസാന്നിധ്യമാ. എന്നാ കണ്ടെന്ന? 1-ാം അധ്യായത്തിൽ ഇവർ എന്ത് കേട്ടോ അത് 2-ാം അധ്യായത്തിൽ ദൈവം ഇവരെ കാണുമാറാക്കി. അവിടെ നിന്നുകൊണ്ടും ഞാൻ ശാന്തമായ ഒരു ദൂത് ഇങ്ങനെ പറയാം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, മാന്യ സഹോദര, ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൈവവൈതലേ, നീ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നിന്നെ കാണുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഏതൊരു ലൈവിനകത്ത് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം 10 വാക്ക് പറഞ്ഞിട്ട് പോകുന്നവനല്ല, ദൈവം 10 വാഗ്ദാനം പറഞ്ഞിട്ട് പോകുന്നവനല്ല, മറിച്ച് ദൈവം എന്തൊക്കെ പറയുന്നോ അത് മുഴുവന് കാണുമാറാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥാനത്ത് കരമൊന്ന് ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 1-ാം അധ്യായത്തിൽ ഇവർ കേട്ടത് 2-ാം അധ്യായത്തിൽ ദൈവം ഇവരെ കാണുമാറാക്കി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 1-ാം അധ്യായത്തിൽ കേട്ടതിനും 2-ാം അധ്യായത്തിൽ കണ്ടതിനും ഇടയിൽ വെച്ച് ഇവർ 2 മീറ്റിങ്ങുകളാണ് നടത്തിയത്. സ്തോത്രം. 2 കൂട്ടായ്മകളാണ് നടത്തിയത്. എന്നാ ദൈവം എന്നോട് 10 വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്ന് വന്നിരുന്ന ഒരു ടമ്പർ അടിച്ച് അഭിഷേകം പ്രാപിക്കാം, അങ്ങനെ അവർ ചിന്തിച്ചില്ല. പകരം അവർ 2 മീറ്റിംഗ് അതിനകത്ത് നടത്തി. 1-ാമത്തെ മീറ്റിംഗ് 1:15 പ്രവൃത്തിയുടെ പുസ്തകം 1:15. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞത് താഴേക്ക് നിങ്ങൾക്ക് അറിയാം. ആ ഭാഗം വളരെ സുപരിചിതമാ, വിശദീകരിക്കേണ്ട കാര്യമില്ല. 1-ാമത്തെ മീറ്റിംഗ് അവർ നടത്തിയത് കേട്ടതിനും കണ്ടതിനും ഇടയിൽ വെച്ച അവർ 2 മീറ്റിംഗ് നടത്തി. 1-ാമത്തെ മീറ്റിംഗ് അവർ നടത്തിയത് ക്രമീകരണം വരുത്താനാ. സ്തോത്രം. ക്രമീകരണം വരുത്താൻ. ഞാൻ ആ വാക്ക് ശാന്തമായി നിർത്തി പറയാം. കേട്ട വാഗ്ദത്തങ്ങളെ കാണുമാറാകണമെങ്കിൽ, കേട്ട വാഗ്ദത്തങ്ങൾ നിവർത്തിപഥത്തിലേക്ക് എത്തണമെങ്കിൽ ചുമ്മാ ഒരു പായിട്ട് പെട്ടെന്ന് വന്ന് കർത്താവേ പകരണേ 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 ഇങ്ങനെ പറഞ്ഞ ദൈവം പകരുകയില്ല. മറിച്ച് കേട്ടതിനും കണ്ടതിനും ഇടയിൽ ഏറെ കുറഞ്ഞത് 2 ക്രമീകരണം വരുത്തണം. 1-ാമത്തെ ക്രമീകരണം അവർ ഇങ്ങനെ വരുത്തി. സ്തോത്രം. അവര് യൂദ തെറ്റിപ്പോയ സ്ഥാനത്ത് പകരം ആ കോറം തികയ്ക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. അപ്പൊ 1-ാമത്തെ അവരുടെ മീറ്റിംഗിന് എന്തിനു വേണ്ടിയാ ദൈവദാസനെ പറയാം, അവര് ക്രമീകരണം വരുത്താനാ വന്നത്. ഇനി 2-ാമത്തെ മീറ്റിംഗ് 2:1 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് വീണ്ടും ഒരുമിച്ച് കൂടി വന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ഞങ്ങളെ പ്രിയ എന്റെ ഒരു കവിത സിസ്റ്റർ എന്ന് പറയുന്ന ഒരു ദൈവദാസിയുണ്ട്. സ്തോത്രം. എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയുകയില്ല, പക്ഷേ മിക്കാറും ഇങ്ങനെ ലൈവ് കാണുകയും സ്തോത്രം സപ്പോർട്ട് ഒക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ്. എനിക്ക് തോന്നുന്നു കവിത സിസ്റ്റർ ഇതിനകത്ത് വാക്യങ്ങൾ ഇടുന്നുണ്ട്. ലേറ്റായിട്ട് വരുന്ന പ്രിയപ്പെട്ടവർക്ക് അത് കാണാൻ പറ്റും. കവിത സിസ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. അതൊരു മിനിസ്ട്രിയാണ്. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഞാൻ പറയുന്ന വാക്യങ്ങൾ ഇങ്ങനെ ഇടുന്നുണ്ട്, ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. രക്തത്താൽ ജയം. അപ്പൊ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് അവർ 2-ാമത്തെ മീറ്റിംഗ് കൂടി വന്നു. എന്തിനു കൂടി വന്നു? കേട്ടതിനും കണ്ടതിനും ഇടയിൽ വെച്ച് 1-ാമത്തെ മീറ്റിംഗ് ക്രമീകരണം വരുത്താനാ. യൂദ തെറ്റിപ്പോയ സ്ഥാനത്ത് ക്രമീകരണം വരുത്താൻ. 2-ാമത്തെ മീറ്റിംഗ് അവർ നടത്തിയത് അത് പ്രാപിക്കാനാ. അങ്ങനാണെങ്കിൽ കേട്ടതിനും കണ്ടതിനും ഇടയിൽ വെച്ച് ഏറെ കുറഞ്ഞത് 2 ക്രമീകരണം നമ്മൾ വരുത്തണം. ഒന്ന്, തെറ്റിപ്പോയ ചില സ്ഥാനങ്ങളെ നമ്മൾ പുനഃസ്ഥാപിക്കണം. സ്തോത്രം. എന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്നാണെന്നറിയാമോ? സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ പണിയാൻ വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ വിഷയം തിയോളജി മെസ്സേജ് അല്ലല്ലോ, നമ്മുടെ വിഷയം ദൂതുകളാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ദൈവം ഒരു മനുഷ്യനെ പണിയാൻ ഏറെ കുറഞ്ഞത് 2 ക്രമീകരണങ്ങൾ ചെയ്യും. ഒന്ന്, ദൈവത്തിന്റെ 1-ാമത്തെ ക്രമീകരണമാണ് റിപ്പയർ. സ്തോത്രം. 2-ാമത്തെ ദൈവത്തിന്റെ ക്രമീകരണമാണ് റീപ്ലേസ്. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എനിക്ക് തോന്നി ഞാൻ ആ ആശയം വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം വചനത്തെ റിസീവ് ചെയ്യാൻ പ്രാപ്തരായ പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. സ്തോത്രം. നമ്മളും പല വിഷയങ്ങൾ വരുമ്പോൾ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ്. എന്താ ഈ റിപ്പയർ? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകുമ്പോൾ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ഓടനാവട്ടം എന്ന് പറയുന്ന ഒരു കൊച്ചി സ്ഥലത്താണ്. സ്തോത്രം. ഇവിടുന്ന് ഞാൻ കൊട്ടാരക്കരയിലേക്ക് പോവുകയാണെന്ന് ഇരിക്കട്ടെ. പെട്ടെന്ന് ഞാൻ പോകുന്ന എന്റെ വണ്ടി സ്തോത്രം പഞ്ചറാകുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടു ചെന്നിട്ട് ആ മനുഷ്യനോട് പറയും, അവിടുത്തെ അണ്ണനോട് പറയും, അണ്ണ ഇത് എന്നാ ഒന്ന് നോക്കി, എന്തുവാ ഇത് പഞ്ചറായി, എന്തെങ്കിലും ക്രമീകരണം വരുത്താൻ പറ്റുമെന്ന് നോക്ക്. പെട്ടെന്ന് ഈ മനുഷ്യൻ നോക്കിയിട്ട് പറയാം സൂചി പഞ്ചറാണെന്ന് പറയുമ്പോൾ ഞാൻ സൂചി പഞ്ചറാണോ, എന്നാ പിന്നെ ടയർ മാറ്റിയേര്, പുതിയ ടയർ മേടിച്ചിട്ടേര് എന്ന് പറയല്ല. അത്
റീപ്ലേസാ. ഞാൻ അങ്ങനെ പറയുകയല്ല. സൂചി പഞ്ചറാണോ എന്നാൽ പിന്നെ റിപ്പയർ ചെയ്യാം. മനസ്സിലാക്കുന്നു? അപ്പൊ കൊച്ചു കൊച്ചു വിഷയമാണെങ്കിൽ ദൈവം ഇത് തന്നെ ചെയ്യുന്നത്. റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? സ്തോത്രം. നമ്മളെ പലരെയും ദൈവം ഇങ്ങനെ നോക്കുന്നുണ്ട്. അവനെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പം സഭായോഗങ്ങളില്ല, സഭായോഗത്തിന് പോകേണ്ട ആവശ്യമില്ല, ചർച്ചകളെല്ലാം അടച്ചിട്ടിരിക്കുക. അപ്പൊ അവൻ കിടന്ന് ഉറങ്ങുവാണോ? അതോ ഇതുപോലെ സൂം മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫേസ്ബുക്ക് പേജിലൊക്കെ ലൈവ് വരുമ്പോൾ സമയങ്ങളൊക്കെ മാറ്റിവെച്ച് കാണുന്നുണ്ടോ, ക്രമീകരിക്കുന്നുണ്ടോ, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതൊക്കെ ദൈവം നോക്കും. നമ്മളെ നോക്കും. സ്തോത്രം. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഇപ്പൊ പ്രസംഗം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം മറ്റ് മീറ്റിങ്ങുകളൊന്നുമില്ല. അതുകൊണ്ട് പുതച്ച് മൂടിക്കിടന്ന് ഉറങ്ങുവാണ്. ദൈവം ഇതൊക്കെ നോക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. രക്തത്താൽ ചെയ്യാം. അപ്പൊ ദൈവം ആദ്യം നോക്കുന്നത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാ. 10 ഉപവാസ പ്രാർത്ഥന കൊടുത്തു നോക്കാം, 10 ലൈവ് മീറ്റിംഗ് കേൾപ്പിച്ച് നോക്കാം, 10 പ്രസംഗം അവനെ കേൾപ്പിച്ച് നോക്കാം. റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ദൈവം ആ ഓപ്ഷനെ തെരഞ്ഞെടുക്കുള്ളൂ. ഇനി റിപ്പയറിന് വേണ്ടി കീഴ്പ്പെട്ടില്ലെങ്കിൽ, സ്തോത്രം. ആ ഉദാഹരണം തന്നെ ഞാൻ പറയാം. ഞാൻ ആ മനുഷ്യനോട് ചോദിക്കുന്നു, അണ്ണ ഇത് എന്നാന്ന് നോക്ക്. അപ്പൊ അണ്ണൻ നോക്കിയിട്ട് പറയാ, സൂചി പഞ്ചർ ഒന്നും അല്ല, ടയർ മൊത്തം പൊട്ടിപ്പോയി, ട്യൂബ് മൊത്തം കീറിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത ചെയ്യുന്ന പരിപാടി എന്നാ പിന്നെ അത് റിപ്പയർ ചെയ്യാനല്ല, ആ ടയറോ ആ ട്യൂബോ എടുത്തു മാറ്റിയിട്ട് പുതിയ ടയർ ഞാൻ റീപ്ലേസ് ചെയ്യുക. ദൈവം ഇങ്ങനെ തന്നെയാ. ദൈവം പണിയാൻ നോക്കും. കൊച്ചു കൊച്ചു സൂചി പഞ്ചറൊക്കെ ആണെങ്കിൽ ദൈവം ഒട്ടിക്കാൻ ശ്രമിക്കും. അതല്ല വലിയ ഹോളൊക്കെ ആണെങ്കിൽ പിന്നെ ദൈവം എഴുതി തള്ളുന്ന പരിപാടിയാണ്. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാനത് പറയുമ്പോൾ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഏതെങ്കിലും ചെറുപ്പക്കാർ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ, നീ ആയിരിക്കുന്ന നിന്റെ സാഹചര്യങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നീ പറയും, എൻ്റെ അപ്പൻ എന്നെ കാണുന്നില്ലല്ലോ, എൻ്റെ അമ്മ എന്നെ കാണുന്നില്ലല്ലോ. സ്തോത്രം. ആരും കാണാത്ത ഇരുട്ടിന്റെ റൂമിനകത്ത് നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മൊബൈൽ ഫോണിനകത്ത് നീ എന്തൊക്കെ സൈറ്റിലൂടെ കയറി പോകുന്നു, നീ എന്തൊക്കെ മെസ്സേജ് വായിക്കുന്നു, നീ എന്തൊക്കെ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നു എന്നൊക്കെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. പെട്ടെന്ന് ദൈവം കണ്ടതിന് പേര് നിന്നെ എഴുതി തള്ളു, അല്ല റിപ്പയർ ചെയ്യാൻ ശ്രമിക്കും. രക്തത്താൽ ചെയ്യും. ഇനി അല്ല, ആ റിപ്പയറിന് നീ ഏൽപ്പിച്ചില്ല, ദൈവം പണിയാൻ നോക്കിയിട്ട്. ഇപ്പൊ ഞാൻ കർത്താവ് എനിക്ക് ഒരു കൊച്ചു ദൂത് തന്നു. ഞാനിത് എന്നെ കൊണ്ട് പറ്റുന്ന ആവേശത്തിൽ, ആത്മാർത്ഥതയോടെ, ആത്മസാന്നിധ്യത്തിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കൃപയിൽ ഇത് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ടും അഭിമന്യു എന്ന് പറയുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ എന്തൊക്കെയോ പ്രസംഗിച്ചു, പിന്നെ ഞങ്ങൾക്ക് റിപ്പയറിന് ഏൽപ്പിക്കാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രി പോകുകയാണെങ്കിൽ, എൻ്റെ വാത്സല്യ സഹോദര, എൻ്റെ കുഞ്ഞനുജനെ, എൻ്റെ ഹൃദയം തുറന്ന് ഇന്ന് രാത്രി ഞാൻ പറയാം, അടുത്ത ദൈവത്തിന്റെ ഓപ്ഷൻ റീപ്ലേസാ. സ്തോത്രം. യൂദായ, നിന്നെ പണിയാൻ ദൈവം നോക്കും. പക്ഷെ നീ കെട്ടിത്തൂങ്ങി ചത്ത പിന്നെ പരിപാടി കഴിഞ്ഞു, തീർന്നു, കലാസ്, അവസാനിച്ചു. പിന്നെ ദൈവത്തിനൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ നീ തെറ്റിപ്പോയ സ്ഥാനത്ത് റീപ്ലേസ് ദൈവം ചെയ്യും. പകരം ഒരു മത്യാസിനെ ദൈവം കൊണ്ടുവരും. ഇന്ന് രാത്രി അലമുറയിട്ട് കരഞ്ഞ് ദൈവത്തോട് പറ, കർത്താവ് എന്റെ മേൽ പകർന്ന നിയോഗം തെറ്റിപ്പോകരുത്, അതൊരു മറ്റൊരു മനുഷ്യന്റെ മേൽ റീപ്ലേസ് ആകരുത്. ഇന്ന് രാത്രി എന്നെ റിപ്പയർ ചെയ്ത് ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ ഇന്ന് രാത്രി പണിത് നിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, നിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി, നിന്റെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ഇന്ന് രാത്രി എന്നെ ഒരുക്കണമേ. അങ്ങനെ പറയുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിടുകയാ പ്രിയപ്പെട്ടവരെ. അപ്പൊ 2-ാം അധ്യായത്തിലെ ആത്മസാന്നിധ്യം കണ്ട ആത്മസാന്നിധ്യമാണ്. 3-ാം അധ്യായത്തിലേക്ക് ഞാൻ ഓടിക്കേറുക. 3-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത വളരെ പ്രാർത്ഥനയോടെ കേട്ടോണം. രോഗശാന്തിയിലേക്ക് കൊണ്ടുവന്ന ആത്മസാന്നിധ്യമാണ്. എന്നെ അവിടുത്തെ പ്രത്യേകത, പത്രോസ് യോഹന്നാനും ആലയത്തിലേക്ക് പോകുന്നു, പെട്ടെന്ന് മുടമ്പനെ കാണുന്നു, കൈ പിടിച്ച് സൗഖ്യമാക്കുന്നു. സ്തോത്രം. ഈ പെന്തക്കോസ്തിനകത്ത് ശക്തമായി വ്യാപരിക്കുന്ന ഒരു രോഗശാന്തിയുടെ അഭിഷേകം ഉണ്ട് കേട്ടോ. സ്തോത്രം. ഞാൻ ഇതിന് രാത്രി എൻ്റെ അനുഭവത്തിൽ നിന്ന് അത് പറയുന്നത്. ഞാൻ കൂടാതെ എനിക്കൊരു സിസ്റ്ററാണുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 2 പേര്, ഞാനും എൻ്റെ സിസ്റ്ററും. സ്തോത്രം. എനിക്ക് മുമ്പേ ഒരു ചേച്ചിയാ. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ 2 പേര്, ചേച്ചിയുടെ ചെറുപ്രായം എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തിനകത്ത് വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങൾ തികയുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ ശരീരത്തിനകത്ത് ഒരു രോഗം കണ്ടു. ഈ രോമം, ഈ ശരീരത്തിന്റെ രോമമില്ലേ, രോമത്തിൽ നിന്ന് ബ്ലഡ് പൊടിഞ്ഞിട്ട് അത് വസ്ത്രത്തിനകത്ത് കയറി പിടിക്കും. എന്റെ ചേച്ചി 4-ലോ 5-ലോ പഠിക്കുന്ന സമയത്ത് ഈ ഒരു രോഗത്തിന്റെ ആസക്തി കണ്ടു. വിശ്വാസത്തിൽ വന്നിട്ട് വളരെ കുറച്ച് മാസമേ തികയുന്നുള്ളൂ. നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കാൻ ലജ്ജിപ്പിക്കാനിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ വിശ്വാസത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വന്നപ്പോൾ ആദ്യം കണ്ട പ്രതികൂലം ചേച്ചിയുടെ ശരീരത്തിനകത്തെ രോഗമാണ്. സ്തോത്രം. ഇതെന്നാ സംഭവം അറിയത്തില്ല. ഇതെനിക്ക് തോന്നുന്നു വൈദ്യശാസ്ത്രം കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്രയും ഒന്നുമില്ല. അവൻ പെട്ടെന്നൊരു രോഗം വന്നാൽ ഇവിടുത്തെ ലോക്കൽ ഹോസ്പിറ്റൽ അത് എടുക്കത്തില്ല, മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിടും. ഇതാണ് സാധാരണ നിലവാരത്തിലെ പതിവെന്ന് പറയുന്നത്. ഇതിന്റെ ചേച്ചിയെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ടപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ പലപ്പോഴും മണിക്കൂറുകൾ നിരീക്ഷണത്തിന് വേണ്ടി ഒരു ബോഡി വെക്കുന്ന പോലെ എന്റെ ചേച്ചിയെ വെച്ചിട്ടുണ്ട്. ഇതെന്തുവാണെന്ന് അറിയാൻ വേണ്ടി. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബ്ലഡ് പൊടിഞ്ഞ് വസ്ത്രത്തിനകത്ത് കയറി പിടിക്കും. അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ടു. ഈ സമയത്ത് വണ്ടി വിളിക്കാൻ വേണ്ടി എന്റെ ഗ്രാൻഡ് ഫാദർ, എന്റെ അപ്പൂപ്പൻ, സ്തോത്രം, എന്റെ അമ്മയുടെ പിതാവ്
വണ്ടി വിളിക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സിനകത്ത് പെട്ടെന്നൊരു ദൈവ നിയോഗം കിട്ടിയ നിയോഗം ഇതാണ്. സ്തോത്രം. രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളെ രക്തസ്രാവം ഉടനെ നിന്നുപോയില്ലേ. എന്റെ മാതാവ് ചെയ്ത കാര്യം, പെട്ടെന്ന് എന്റെ ചേച്ചിയെ പിടിച്ച റൂമിനകത്ത് കൊണ്ടുവന്നു, ഡോർ അങ്ങ് ലോക്ക് ചെയ്തു. രക്തത്താഴ്ചയം ഒരു പ്രാർത്ഥനയുടെ പ്രാസം ഒപ്പിച്ചുള്ള പ്രാർത്ഥന എന്റെ മാതാവിനെ അറിയില്ല. ആമേൻ സ്തോത്രം. മറ്റൊരു വേദപുസ്തകത്തിന്റെ ശക്തമായ വെളിപ്പാടുകൾ ഒന്നും അറിയില്ല. കാരണം വിശ്വാസത്തിൽ വന്ന് വളരെ കുറച്ച് മാസമേ ഞങ്ങൾ ആയിട്ടുള്ളൂ. ആമേൻ സ്തോത്രം. വേദപുസ്തകത്തിനകത്ത് വലിയ യാഥാർത്ഥ്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം എന്റെ അമ്മയ്ക്ക് അറിയാം, യേശു ജീവിക്കുന്നുണ്ട്, യേശു രോഗികളെ സൗഖ്യമാക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. പെട്ടെന്ന് എന്റെ മാതാവ് ചേച്ചിയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുവന്ന് ഡോർ അങ്ങ് ലോക്ക് ചെയ്തു, കണ്ണടച്ചു. ഇപ്പോഴും അമ്മ ആ വാക്ക് പറയുമ്പോൾ അമ്മയുടെ വാക്കുകൾ വിറയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കണ്ണടച്ച് തോരാത്ത കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, വിശ്വാസത്തിൽ വന്നു, വളരെ കുറച്ച് മാസം പിന്നിടുന്നു, എന്റെ മോളെ ശരീരത്തിൽ എന്താ, അവളുടെ ഭാവി എന്താകും, ഈ രക്തം ഒഴുകുന്ന പരിപാടി എന്താ, കർത്താവ് ഇതിനെ നീ സ്റ്റോപ്പ് ആക്കണേ എന്ന് പറഞ്ഞ എന്റെ മാതാവ് തന്റെ പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം. ഒരു വെള്ള ബെറ്റിക്കോട്ട് എന്റെ ചേച്ചിയെ ധരിപ്പിച്ച പ്രാർത്ഥന ആരംഭിച്ചു. ഇന്ന് രാത്രി വേദപുസ്തകം എന്റെ മുൻപിൽ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവർ, എന്റെ ഹൃദയം തുറന്ന് ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് ഇന്ന് രാത്രി കൈമാറ്റം ചെയ്യുക. സ്തോത്രം. അന്ന് രാത്രി തോരാത്ത കണ്ണുനീരോടെ 1 മണിക്കൂർ എന്റെ മാതാവ് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നീ ജീവനുള്ളവനാണോ, നീ സൗഖ്യമാക്കുന്നവനാണോ, നീ അത്ഭുതങ്ങളുടെ ദൈവമാണോ എന്നൊക്കെ പറഞ്ഞ് അന്ന് രാത്രി എന്റെ മാതാവ് പ്രാർത്ഥിച്ച, കണ്ണ് തുറന്നു നോക്കിയത് ആദ്യം ആ വെള്ള ബെറ്റിക്കോട്ടിനകത്ത. സ്തോത്രം. രക്തത്താൽ ജയം. അഭിമാനത്തോടെ ഇന്ന് രാത്രി വേദപുസ്തകം എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഹൃദയം തുറന്ന് ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാൻ പ്രിയപ്പെട്ടവരെ. അന്ന് രാത്രിയിൽ എന്റെ ചേച്ചിയെ ദൈവം സൗഖ്യമാക്കിയതാ. സ്തോത്രം. പിന്നെ നാളിതുവരെ ആ രോഗത്തിന്റെ ആസക്തി എന്റെ ചേച്ചിയുടെ ശരീരത്തിൽ കണ്ടിട്ടില്ല. എന്തോ ഇന്ന് രാത്രി ലൈവ് പ്രസംഗിക്കുമ്പോൾ ഒരു വലിയ ആത്മസാന്നിധ്യത്തെ ഇന്ന് രാത്രി എന്റെ ഹൃദയം തൊട്ട് ഞാൻ പറയാം. നീ ഇരിക്കുന്ന കൂടാരത്തിനകത്ത് നിനക്ക് കിട്ടിയ നന്മകളെ ഇന്ന് രാത്രി ചോർത്തിക്കളയാൻ, നിന്റെ മേൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ അണുക്കളെ, അതിന്റെ ആസക്തികളെ ഇന്ന് രാത്രി വേരോടെ ദൈവാത്മാവ് കെട്ടുപൊട്ടിച്ച് ഇന്ന് രാത്രി ദൈവം പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഇത് ഞാൻ 10 പോയിന്റ് എടുത്ത് ഇന്ന് രാത്രി പ്രസംഗിക്കുകയല്ല. ഇന്ന് രാത്രി എന്റെ ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ ഈ പറയുന്ന വാക്കൊരു വിമർശനത്തിന് ഹേതുവാകുമോ അതെനിക്കറിയില്ല. സഹോദരങ്ങളെ, 33 കോടി ദൈവങ്ങളല്ല, 60,600 അസുരഗണങ്ങളല്ല, 1001 ബലികൊണ്ട ദേവകളല്ല, 101 മന്ത്രമൂർത്തികളല്ല, ഭൂതങ്ങളല്ല, പ്രേതങ്ങളല്ല, കാട്ടുപിശാചിക്കളല്ല, ജീവിക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തെ നിങ്ങൾക്കൊരു പക്ഷെ ഖണ്ഡിക്കാൻ പറ്റൂ. പക്ഷെ ഇന്ന് രാത്രി എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ചേച്ചിയുടെ ശരീരത്തെ അന്ന് രാത്രി എന്റെ മാതാവിന്റെ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്നൊരു കരം തൊട്ടു, അത് സൗഖ്യമാക്കി. ഇന്ന് രാത്രി യേശു ജീവിക്കുന്ന ദൈവമാ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു കൊച്ചു പ്രാർത്ഥന നീ പ്രാർത്ഥിക്കും. നിന്റെ ശരീരത്തെ നീ തൊട്. എന്നിട്ട് ഇന്ന് രാത്രി പറ, കർത്താവ്, എന്റെ ശരീരത്തിനകത്ത് ഒഴുകുന്ന രോഗത്തിന്റെ അണുക്കളെ ഇന്ന് രാത്രി കെട്ടുപൊട്ടിച്ച് ഇന്ന് രാത്രി പുറത്തു കൊണ്ടുപോവാ. റഗമ ശംബര നാദന ഹസ്തനെ വിനിയാതനാഥന. നീ അധ്വാനിക്കുന്ന നന്മകളെ ഇന്ന് രാത്രി ചോർത്തിക്കളയാൻ, നീ അധ്വാനിക്കുന്ന നന്മകളെ ഹോസ്പിറ്റലിനകത്ത് മുടക്കിക്കളയാൻ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലത്തെ ഇന്ന് രാത്രി വേരോടെ പിഴുതുമാറ്റി. പെന്തക്കോസിന്റെ ആദ്യ കാലഘട്ടത്തിനകത്ത് വ്യാപരിക്കപ്പെട്ട ഒരു രോഗശാന്തിയുടെ അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ സ്വർഗം തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. We will rebuke that which is all affected devil spirit master. യേശുവിന്റെ നാമത്തിലല്ല, രോഗത്തിന്റെ ആസക്തികൾ 3-ാം അധ്യായത്തിലെ ആത്മസാന്നിധ്യം പോലെ ചലിക്കട്ടെ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 3-ാം അധ്യായത്തിലെ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത രോഗശാന്തിയിലേക്ക് കൊണ്ടുവന്നതാ. 4-ാം അധ്യായത്തിലെ ആത്മസാന്നിധ്യത്തിലേക്ക് നമുക്ക് വരാം. സ്തോത്രം. 4-ാം അധ്യായത്തിലെ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, 4-ാം അധ്യായത്തിലെ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത ഒരു മനുഷ്യന്റെ വായ തുറന്ന ആത്മസാന്നിധ്യമാണ്. ഏത് മനുഷ്യന്റെ വായ ദൈവം തുറന്നേ? പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വായ ദൈവം തുറന്നേ. സ്തോത്രം. ശ്രദ്ധിച്ചേ, പത്രോസിന്റെ വാ തുറന്ന് വലിയ സംഭവമാണോ പാസ്റ്ററെ? അത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ പത്രോസ്
തുറന്നത് എവിടെയാ? അത് സംഭവമാ. 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ടു. സ്തോത്രം. 8-ാമത്തെ വാക്യം, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ അവരോട് പറഞ്ഞു. ആരുടെ നടുവിലാ പത്രോസ് വാ തുറന്നത്? പുരോഹിതന്മാരുടെ നടുവിൽ. ഇതൊരു സാധാരണ സംഭവമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സ്തോത്രം. രക്തത്താൽ ചെയ്യാം. എന്റെ ഒരു കൊച്ചു ചിന്ത ഞാൻ പറയാം. ഈ വാക്യം എന്റെ പ്രാർത്ഥനാ റൂമിൽ വായിച്ചപ്പോൾ എന്റെ ഹൃദയം സന്തോഷിച്ചു. കാര്യം എന്താണെന്നറിയാമോ? സ്തോത്രം. അയോഗ്യമായ ഒരു മനുഷ്യൻ, അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. നടുമുറ്റത്ത് ബാലിക്കാര്യത്തിയുടെ മുമ്പിൽ യേശുവിനെ കുറിച്ച് വിളിച്ചു പറയാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പത്രോസ് പുരോഹിതന്മാരുടെ നടുവിൽ നാവ് തുറന്ന് അധികാരത്തോടെ നിന്നെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കപ്പെട്ട ഒരു ആത്മസാന്നിധ്യമില്ലേ? ഞാൻ ആ വാക്ക് പറയുന്നത് ഒരു ദൂതായിട്ട് ഞാൻ പ്രവചിച്ച് പറയാം. സ്തോത്രം. യേശുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ടും ആമേൻ, കർത്താവിന് വേണ്ടി പ്രസംഗിക്കാൻ പറ്റാതെ, കർത്താവിന് വേണ്ടി പാട്ട് പാടാൻ പറ്റാതെ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ പറ്റാതെ നിന്റെ നാവിനെ പൂട്ടിക്കെട്ടിയ ദുരാത്മ മണ്ഡലം ഇന്ന് രാത്രി അറുത്ത് മാറ്റിയിട്ട് നിന്റെ നാവിനെ തുറക്കുന്ന ഒരു അഭിഷേകം. ഈ ചെറുപ്രായത്തിലൊക്കെ എനിക്ക് പ്രസംഗിക്കാൻ വലിയ ഇഷ്ടമാണ്. ഈ 14-ാമത്തെ വയസ്സ് 13-ാമത്തെ വയസ്സെന്നൊക്കെ പറയുന്നത് പ്രസംഗിക്കാൻ ഇത്ര ആവേശമുള്ള വയസ്സ് എൻ്റെ ജീവിതത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. സ്തോത്രം. ഇന്ന് കൃപയാൽ 10 മീറ്റിംഗ് ഉണ്ട്, 10 വേദികളൊക്കെ ഉണ്ട്. ആമേൻ. സ്തോത്രം. ഇനിയിപ്പം ചർച്ചയൊക്കെ അടയ്ക്കപ്പെട്ടിരിക്കുക, എങ്കിലും ഇതുപോലുള്ള ലൈവ് മീറ്റിങ്ങുകളൊക്കെ മിക്കാറും ഉണ്ട്. അപ്പം പ്രസംഗിക്കാൻ ഇന്ന് സാഹചര്യം അനുവദനീയമായ സമയങ്ങളോ അതിനുള്ള കോണ്ടാക്റ്റുകളൊക്കെ ഇന്ന് ലഭ്യമാണ്. സ്തോത്രം. പക്ഷേ പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ടായ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനൊന്നുമല്ല. നല്ല പാസ്റ്റർമാരെ അറിയത്തില്ല, പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരെ ഒന്നും അറിയില്ല. ആര് വിളിക്കും, എവിടെ പോകും, എന്ത് പ്രസംഗിക്കും, ഇനി വിളിച്ചാൽ തന്നെ പ്രസംഗിക്കാൻ പ്രസംഗമുണ്ടോ, അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു വല്ലാത്ത കാലഘട്ടം. 13-ാമത്തെ വയസ്സെന്നൊക്കെ പറയുന്നത് എൻ്റെ പ്രസംഗം ആദ്യം ഞാൻ തുടങ്ങിയത് എൻ്റെ കൊച്ചു റൂമിനകത്താണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ കൊച്ചു റൂമിനകത്ത്, സ്തോത്രം, ഡോറൊക്കെ അടച്ചിട്ടിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കി പൗഡർ ടിന്ന് കുനിച്ചു പിടിച്ച് ഞാൻ പ്രസംഗിക്കും. അങ്ങനായിരുന്നു പ്രസംഗത്തിന്റെ ആദ്യ കാലഘട്ടമൊക്കെ. സ്തോത്രം. പിന്നീട് കുടുംബ പ്രാർത്ഥനയെ പ്രസംഗിക്കും, പിന്നീട് അമ്മയെടുത്ത് പ്രസംഗിച്ച് കേൾപ്പിക്കും. ഇതൊക്കെയാണ് ആദ്യ കാലഘട്ടം. പണ്ടൊരു ദേവദാസൻ പറഞ്ഞതുപോലെ പ്രസംഗിക്കാൻ അവസരമില്ലാതിരുന്നിട്ട് കപ്പത്തോട്ടത്തിൽ കയറി പ്രസംഗിച്ച് കാറ്റടിച്ച് കപ്പ കുലുങ്ങുന്നത് കണ്ട് കപ്പയാത്മാവിലായെന്ന് പറഞ്ഞ് അദ്ദേഹം സ്തോത്രം പറഞ്ഞു. അങ്ങനെയൊക്കെ പ്രസംഗത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ പോകുന്ന 13-ാമത്തെ വയസ്സ്, എന്റെ 13-ാമത്തെ വയസ്സ്. എന്നാൽ 14-ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോൾ ഞാൻ നിൽക്കുന്ന ലോക്കൽ ചർച്ച് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഉള്ള ലോക്കൽ ചർച്ചിൽ പ്രസംഗിക്കാൻ എനിക്കൊരു കൊച്ചു അവസരം, സ്തോത്രം, കിട്ടി. അപ്പം എന്റെ മനസ്സിനകത്തൊരു ചിന്തയുണ്ട്, എന്തെങ്കിലും പ്രസംഗിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ ഫ്ലോപ്പായിട്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പ്രസംഗം എഴുതി നോക്കിയിട്ട് അത് കണ്ടു വായിക്കാം. ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷെ ഞാൻ പ്രസംഗം എഴുതിയിട്ടോ അത് കണ്ടു വായിക്കാനോ അങ്ങനൊന്നും എനിക്ക് പറ്റിയല്ല. കാരണം ഒരു പ്രസംഗം ഉണ്ടാക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു കൊച്ചു ഐഡിയ തോന്നി. സ്തോത്രം. ഈ ട്രാക്റ്റ് ഉണ്ടല്ലോ, ട്രാക്റ്റ് ബൈബിളിനിടയിൽ വെക്കുക, എന്നിട്ട് ട്രാക്റ്റ് നോക്കി പ്രസംഗിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെ കോട്ടേജ് മീറ്റിംഗിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പാസ്റ്റർ, ഞങ്ങളെ ലോക്കൽ ചർച്ച ദൈവദാസൻ എനിക്കൊരു 10 മിനിറ്റ് സമയം അനുവദിച്ചു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, ട്രാക്റ്റ് കയ്യിലിരിപ്പുണ്ട്. അപ്പം പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല. അങ്ങനെ ട്രാക്റ്റ് നോക്കി ഞാൻ പ്രസംഗിക്കാം. സ്തോത്രം. പെട്ടെന്ന് ഈ വാർത്ത വായിക്കുന്നത് പോലെ ഞാൻ വായിക്കുന്നത്. സ്തോത്രം. ഞാൻ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ എൻ്റെ വിഷയം ക്രൂശീകരണമാണ്. കാരണം ട്രാക്റ്റിലെ വിഷയം ക്രൂശീകരണമാണ്. അപ്പൊ ഇങ്ങനെ ട്രാക്റ്റ് നോക്കി പ്രസംഗിക്കുക. അപ്പൊ ഈ താഴെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അറിയേല ഞാൻ ട്രാക്റ്റ് നോക്കുന്നുണ്ടെന്നോ അത് നോക്കിയാൽ പ്രസംഗിക്കുന്നത്, അതൊന്നും അവർക്ക് അറിയേല. ഞാൻ ആത്മനിയോഗത്തിൽ ഇത് പറയുന്നത്. ഏതെങ്കിലും ചെറുപ്പക്കാർ എന്നെ കേൾക്കുന്നെങ്കിൽ എൻ്റെ ഈ കൊച്ചനുഭവം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. സ്തോത്രം. പെട്ടെന്ന് ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സഹോദരിമാർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കൈയടിച്ച് ആമീനൊക്കെ അവർ പറയുന്നുണ്ട്. അവരെല്ലാം പരസ്പരം പറയുന്നു, അഭിമന്യു ബ്രദർ കൊള്ളാൻ കേട്ടോ, അവനിപ്പം ഇത്രയും നല്ല വാക്കുകളൊക്കെ പറയുന്നല്ലോ. ശരിക്കും അതെന്റെ വാക്കല്ല, ട്രാക്റ്റിലെ വാക്കുകളാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രസംഗിച്ച് വരിക, എല്ലാവരും നന്നായിട്ട് കൈയടിച്ച് സ്വോത്രമൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കൊച്ചബദ്ധം പറ്റി. വായിച്ചു വന്ന കൂട്ടത്തിൽ അവസാനത്തെ അഡ്രസ്സും വായിച്ചു ട്രാക്റ്റിലെ. സ്തോത്രം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പിൻകോഡ് 691512. സ്തോത്രം. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഞാൻ എന്തോ കണ്ടത് വായിക്കുക. അയ്യോ, ഭയങ്കര ആൾക്കാരുടെ ചിരി ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടായി. പെട്ടെന്ന് ഞാൻ ഭയങ്കര നിരാശനായിട്ട് അബദ്ധം പറ്റിയല്ലോ, അമളി പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്നു. ശരിക്കും അന്ന് ഫുഡ് പോലും ഞാൻ കഴിക്കാൻ നിന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്നു. ഞാനൊരു കൊച്ചു കരഞ്ഞ് പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കെന്താ പ്രസംഗിക്കാൻ പറ്റാത്ത, എനിക്കെന്താ നിന്റെ നാമത്തെ ഉയർത്താൻ പറ്റാത്ത, പറയുന്ന മുഴുവനും മണ്ടത്തരങ്ങളാണല്ലോ കർത്താവ്, ഇനി എന്ന് എനിക്ക് നിന്നെ പ്രസംഗിക്കാൻ പറ്റും. സ്തോത്രം. അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കാണ്, എടാ കണ്ടു വായിച്ചത് കൊണ്ടോ 10 പോയിന്റ് എഴുതി വെച്ചത് കൊണ്ടോ 100 പുസ്തകം വായിച്ചത് കൊണ്ടോ ആത്മസാന്നിധ്യത്തിൽ പ്രസംഗിക്കാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആത്മസാന്നിധ്യത്തിൽ നിനക്ക് പ്രസംഗിക്കണോ, അതിന് അഭിഷേകം തന്നെ വേണം. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ നാവ് അടഞ്ഞിരിക്കുന്നെങ്കിൽ യേശു ഇന്ന് രാത്രി അഭിഷേകത്തിൽ
അധ്യായത്തിൽ നിന്റെ നാവിനെ തുറക്കുക. 4-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യം, നാവിനെ തുറന്ന ആത്മസാന്നിധ്യം. 5-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യം പെട്ടെന്ന് പറഞ്ഞു വിടാം. 5-ാം അധ്യായത്തിലെ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത ന്യായം വിധിച്ച ആത്മസാന്നിധ്യമാണ്. അനന്യാസിനെ സഫീറെ ന്യായം വിധിച്ചു, ഞാൻ വിശദീകരിക്കുന്നില്ല. 6-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യം തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്നത്. ആരെ തെരഞ്ഞെടുത്തെന്നും അവിടെ ഉണ്ട്, 7 പുരുഷന്മാരെ തെരഞ്ഞെടുത്തു, വിശദീകരിക്കുന്നില്ല. 7-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യം ഒരു ഭക്തൻ മരിക്കാനിരിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്വർഗം തുറന്ന ആത്മസാന്നിധ്യമാണ്. 7:54 ഇങ്ങനെയുണ്ട്, സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ്, 56-ാമത്തെ വാക്യം. ഇതാ സ്വർഗം തുറന്നിരിക്കുന്ന മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗം നിൽക്കുന്നതും കണ്ടു, സ്തോത്രം. അവൻ ആത്മനിയോഗത്തിൽ, 55-ാം വാക്യം, അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അപ്പോ 7-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യം മരിക്കുന്നതിന്, കല്ലേറ് വീണ് മരിക്കാൻ പോവുക എന്നാൽ അതിന് തൊട്ടു മുമ്പ് സ്വർഗം തുറന്ന ആത്മസാന്നിധ്യമാണ് 7-ാം അധ്യായത്തിലേത്. നിങ്ങൾ പ്രസംഗിക്കാൻ പ്രാപ്തരാണ്, എനിക്കറിയാം. കേൾവിക്കാരായ നിങ്ങൾ ഈ വിഷയമൊക്കെ വൈഡാക്കാൻ ശ്രമിക്കുക, നിയോഗത്തിന് വിട്ടുതരുന്നു. 8-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യമാണ് നമ്മുടെ ഭാഗം, നമ്മുടെ ചിന്ത. അവിടെ വന്നാണ് ആത്മസാന്നിധ്യം എന്ന് പറയുന്ന ഭാഗം ഒന്ന് ഹോൾഡ് ചെയ്ത് നമ്മൾ നിർത്തുന്നത്. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. അപ്പൊ 8-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യം വളരെ കുറച്ച് മിനിറ്റിൽ 8, 9, 10 അധ്യായം വിശദീകരിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. സ്തോത്രം. 8-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യത്തിന്റെ പ്രത്യേകത, ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ച ആത്മസാന്നിധ്യമാണ്. ഫിലിപ്പോസ് ഇപ്പോൾ നിൽക്കുന്നത് ശമരിയ പട്ടണത്തിലാണ്. 8:5 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ വായിച്ചാൽ മതി. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ നിൽക്കുന്നു, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഭയങ്കര മിറക്കിൾ, എന്റെ ഭാഷ പറഞ്ഞ ഈ പേജിന്റെ പേര് എൻഡ് ടൈം റിവൈവൽ എന്നതുപോലെ ഒരു ഭയങ്കര റിവൈവൽ, ഒരു അവസാന കാലഘട്ടത്തിൽ ഉണർവെന്നൊക്കെ വേണമെങ്കിൽ പറയാം, വിശേഷിപ്പിക്കാം. അവസാന കാലഘട്ടത്തിൽ ഉണർവല്ല, 8:5 എങ്കിലും അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഭൂതങ്ങൾ പോകുന്നു പാസ്റ്ററെ, വലിയ ശക്തമായ അടയാളങ്ങൾ ഉണ്ടാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഇങ്ങനെ ഒരു റിവൈവലിനകത്ത്, ഒരു എൻഡ് ടൈം റിവൈവലിനകത്ത് ഫിലിപ്പോസ് നിൽക്കുക. അപ്പൊ ചർച്ച് ഗ്രോത്തായി, അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ലല്ലോ, സ്തോത്രം. ചർച്ച് ഗ്രോത്തായി, ഭൂതങ്ങളെല്ലാം ഇപ്പൊ ചർച്ചിനകത്ത് ഭൂതശക്തി വിട്ടുപോയിട്ട് ആരാധിക്കാൻ വന്നു. ഇങ്ങനെ ഒരു ഉണർവിനകത്ത് നിൽക്കുമ്പോൾ 8:26 ഒന്നാമത്തെ എഴുന്നേൽപ്പ് വന്നത്. പെട്ടെന്ന് ദൂതൻ വന്ന് ഫിലിപ്പോസിനോട് പറയുന്നു, ഫിലിപ്പോസേ, മിനിസ്ട്രി ഒക്കെ മതി, പരിപാടിയൊക്കെ നിർത്തിക്കോ, നീ എഴുന്നേൽക്കുക, രക്തത്താൽ ജയം. എഴുന്നേൽക്കുക, സ്തോത്രം. രക്തം ക്ഷയം. എന്തിനാ എഴുന്നേൽക്കാൻ പറഞ്ഞത്? അതാ രസം. ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാൻ നീ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. അയ്യോ, എന്തൊരു ദൈവം ഇങ്ങനെയൊക്കെ ദൂത് പറയോ ദൈവദാസനെ? ഭയങ്കര ഉണർവ് നടക്കുന്ന ഒരു ചർച്ച്, ഭയങ്കര മറക്കൽ നടക്കുന്ന ഒരു ചർച്ച്, ഒത്തിരി ജനം വരുന്ന ഒരു ചർച്ച്. പെട്ടെന്ന് ദൈവം വന്നിട്ട് പറയുന്നു, ഇവിടുത്തെ മിനിസ്ട്രി മതി, ഇവിടെ പരിപാടി അവസാനിപ്പിച്ചോ, ഇനി നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള വഴിയിലോട്ട് പോകണം. എന്തൊരു ദൈവമാ! അങ്ങനെ ദൈവം പറയുമോ? സ്തോത്രം. ഭയങ്കര സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ, ഹൈ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് ഒരു മരുഭൂമിയിലോട്ട് പോകാൻ ദൈവം പറയുമോ? 100 കണക്കിന് ചോദ്യങ്ങൾ ഇന്ന് രാത്രി നിന്നെ അലട്ടുന്നെങ്കിൽ, കർത്താവേ, എന്നെ അയച്ചത് ഒരു മരുഭൂമിയാ, എന്നോട് ദൈവം എഴുന്നേൽക്കാൻ പറഞ്ഞത് ഒരു മരുഭൂമിയിലേക്കുള്ള പുറപ്പാടില്ല. എന്തിനാ കർത്താവ്, എന്റെ കൂടെയുള്ള പലത് രക്ഷപ്പെട്ടു പോയല്ലോ, ഇന്നും എനിക്ക് മരുഭൂമിയാ. അങ്ങനെ പറയുന്നവരാ വാത്സല്യ സഹോദര നീയെങ്കിൽ, ദൈവദാസി നിങ്ങളെങ്കിൽ, ദൈവാത്മാവ് ദൂത് പറയുന്നു, ആ മരുഭൂമിയിലോട്ടുള്ള പുറപ്പാടിന്റെ പിന്നിൽ എഴുന്നേൽക്കാൻ പറഞ്ഞതിന്റെ പിന്നെ ദൈവത്തിന് ഒരു അൾട്ടിമേറ്റ് പർപ്പസ് ഉണ്ട്. വിശ്വസിക്കുക, രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ഉണർവ് നടക്കുന്ന ഒരു ചർച്ചിൽ വന്നിട്ട് ദൈവം പറയുന്നു, എഴുന്നേൽക്കുക. ഞാൻ ശാന്തമായൊരു ദൂത് പറയാം. ഒരുപക്ഷെ ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ പിന്നീട് കേൾക്കാൻ പറ്റുന്ന ഏതെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിൽ ഏറ്റവും ചെറിയ സഹോദരനാണ് ഞാൻ, പക്ഷെ ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം. എന്റെ പൊന്ന് ദൈവദാസനെ, എത്ര ബിഗ് ചർച്ചാണെങ്കിലും, എത്ര വലിയ കൂട്ടമുള്ള സഭയാണെങ്കിലും, ദൈവാത്മാവ് ഇരിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കരുത്. ദൈവാത്മാവ് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ പിന്നെ എഴുന്നേറ്റോണം, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. അല്ല, പിന്നെ പോയി സെൻട്രൽ പാസ്റ്ററിനെ കണ്ട്, ഡിസ്ട്രിക്ട് പാസ്റ്ററിനെ കണ്ട്, ഇവിടെ ഞാനൊരു 3 വർഷം കൂടി ഇരുന്നോ, അങ്ങനെ നമ്മൾ പറയരുത്. ഇന്ന് രാത്രി ദൈവം നിയോഗത്തിൽ ഏൽപ്പിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. രക്തത്താൽ ജയം. ഫിലിപ്പോസിനോട് ദൈവം എഴുന്നേൽക്കാൻ പറയുന്നു. അടുത്ത വാക്ക്, എന്റെ ഇംഗ്ലീഷിൽ കിടക്കുന്ന വാക്ക് ഞാനൊന്ന് വായിച്ചു കേൾക്കാം. Get up and go south to the road, the distance from the Jerusalem to Gaza. എന്റെ ആ ഇംഗ്ലീഷ് വെർഷന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, ദിസ് ഇസ് എ ഡെസേർട്ട് റോഡ്. നിങ്ങൾ ഇംഗ്ലീഷ് വെർഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കാണാൻ പറ്റും, ദിസ് ഇസ് എ ഡെസേർട്ട് റോഡ് എന്ന് വെച്ചാൽ ഇത് മരുഭൂമിയിലോട്ടുള്ള വഴിയ. സ്തോത്രം. മരുഭൂമിയിലോട്ട്, ഭയങ്കര ഉടമ്പ് നടക്കുന്ന ഒരു ചർച്ചിൽ നിന്ന് മരുഭൂമിയിലോട്ട് പോകാൻ ദൈവം പറഞ്ഞതാ. സ്തോത്രം. പക്ഷെ ആ എഴുന്നേറ്റതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ഷണ്ണൻ എന്ന് പറയുന്ന ഭയങ്കര അക്കൗണ്ട് സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ആത്മനിയോഗത്തിൽ രക്ഷിക്കപ്പെടുത്തി, സ്നാനപ്പെടുത്തി അവനെ പറഞ്ഞയക്കാൻ ദൈവം നിയോഗിച്ച് എഴുന്നേൽപ്പ. ഇന്ന് രാത്രി സഹോദര, നീ ചിന്തിക്കുന്നു, നീ പോകുന്ന മരുഭൂമിക്കകത്ത് ദൈവം ആരുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ കരുതിയിട്ടുണ്ട്. ഒരു പക്ഷേ വിദേശ
രാജ്യത്ത് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, ആ സൗദി അറേബ്യയിൽ ദൈവം നിന്നെ കൊണ്ടിട്ടതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ആ മരുഭൂമിയിൽ ദൈവം നിനക്ക് ജോലി തന്നതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. നാട്ടിൽ ജോലി ചെയ്യാനുള്ള സകല ക്രമീകരണങ്ങളും വാത്സല്യ സഹോദരൻ നിനക്കുണ്ടായിരിക്കാം. അതിനുള്ള പഠിപ്പും അതിനുള്ള ജ്ഞാനവും അതിനുള്ള പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ടും ആ മരുഭൂമിയിൽ ദൈവം നിന്നെ കൊണ്ടിട്ടതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. ആ ഭാഗം ഞാൻ വിടുകയാണ്. ഒന്നാമത്തെ എഴുന്നേൽപ്പ് ഫിലിപ്പോസിന്റെ എഴുന്നേൽപ്പാണ്. അത് ഗസയ്ക്കുള്ള വഴിയിലേക്ക് ഒരു ഷണ്ണന്റെ വിടുതലിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ എഴുന്നേൽപ്പ് 9-ാം അധ്യായം, വളരെ കുറച്ച് മിനിറ്റ് വിശദീകരിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ്. രണ്ടാമത്തെ എഴുന്നേൽപ്പ് ആമേൻ അനന്യാസിന്റെ എഴുന്നേൽപ്പാണ്. അനന്യാസിനോട് ദൈവം എഴുന്നേൽക്കാൻ പറഞ്ഞത് പൗലോസിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. അനന്യാസിനോട് ദൈവം എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അനന്യാസ് ദൈവത്തോട് കുറെ വാക്കുകൾ അങ്ങോട്ട് പറയുക. കർത്താവേ, ഞാൻ എഴുന്നേൽക്കണോ? ഞാൻ പൗലോസിന്റെ അടുക്ക പോണോ? ഇതൊക്കെ അനന്യാസ് പറഞ്ഞതിന്റെ പിന്നിൽ ആശയം വേറൊന്നുമല്ല. അനന്യാസിന് പൗലോസിനെ ഭയങ്കര ഭയമാണ്. സ്തോത്രം. പൗലോസിന് അനന്യാസ് പേടിച്ചതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തുവാ കാരണം എന്നറിയാമോ? സ്തോത്രം. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഫിസിക്കൽ സ്ട്രക്ചർ അല്ല പൗലോസിനെ പേടിച്ചത്. കാരണം പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഒരു തർക്ക വിഷയത്തിന് വേണ്ടി ഇടുകയല്ല, നിങ്ങളുടെ ചിന്തകൾക്ക് വേണ്ടി ഇടുകയാണ്. വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ല വിട്ടേര്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഫിസിക്കൽ സ്ട്രക്ചർ 3.5 അടി പൊക്കമുള്ള ഒരു മനുഷ്യനാണെന്ന വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. മീറ്റിംഗ് കഴിയുമ്പോൾ എന്റെ മെസ്സഞ്ചറിനകത്ത് സാധാരണ ലൈവൊക്കെ ഇടുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഫീഡ്ബാക്കുകളൊക്കെ കൃപയാൽ വരാറുണ്ട്. സ്തോത്രം. കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. നല്ല മെസ്സേജ് ആയിരുന്നു പാസ്റ്റർ. ദൈവം ഈ ചെറുപ്പത്തിൽ ഉപയോഗിക്കുന്നല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന പലരും ഉണ്ട്. പ്രാർത്ഥിച്ചോളാം ഞങ്ങൾ എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട്. ഈ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങൾ ആരും മെസ്സഞ്ചറിനകത്ത് ഇങ്ങനെ ചോദിക്കരുത്, പാസ്റ്ററെ പൗലോസിനെ കണ്ടായിരുന്നോ എന്നിട്ടാണോ ഈ പറയുന്നത്. അങ്ങനെ ഒന്നും ചോദിക്കരുത്. ഞാൻ പൗലോസിനെ കണ്ടിട്ടില്ല, നിങ്ങൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടുതൽ. ഇനി അല്ല, ഈ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങൾ ചുമ്മാ UC പ്രൊഫസറിനകത്ത് കയറി ഒന്ന് ഇത് ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് പോൾ ഒന്ന് അടിച്ചു നോക്കണം. ഈ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. 3.5 അടി പൊക്കമുള്ള ഒരു നീളത്തിൽ കുറിയവനാണ് പൗലോസ്, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. മാത്രമല്ല, ശിരസ് മുഴുവന് കഷണ്ടി ബാധിച്ചിരിക്കുക. മൂക്ക് എന്ന് പറയുന്ന മൂക്കിന്റെ മൂക്കെന്ന് പറയുന്ന മൂക്കിന്റെ അറ്റം ഫ്രണ്ടിലേക്ക് വന്നിങ്ങനെ വളഞ്ഞിരിക്കുന്ന മൂക്കുകളോടുകൂടെ ഒരു മനുഷ്യനാണ് പൗലോസ്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാല് രണ്ട് വശത്തേക്ക് വളഞ്ഞിരിക്കുക, ഇങ്ങനെ ഒരു മനുഷ്യനാണ് പൗലോസ്, വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇതുകൂടാതെ സഹോദര, വിശ്വാസത്തിൽ വന്നിട്ട് പലപ്പോഴും നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, പട്ടിണി, ശീതം, നഗ്നത, ആപത്ത്, വാളും, മരണ, ദൂതന്മാർ, ഇങ്ങനെ ശരീരത്തിൽ ഏറെ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് പൗലോസ്. ആമേൻ. ഒറ്റ വാക്കിൽ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ജഡത്തിനകത്തൊരു ശൂലവും ഉണ്ട്. സ്തോത്രം. അപ്പോൾ ശരീരം അത്ര പെർഫെക്റ്റ് അല്ല പൗലോസിൻ്റെത്. എന്ന് വെച്ചാൽ അനന്യാസും പൗലോസും തമ്മിൽ ഫിസിക്കലായിട്ട് ഒരു പോരാട്ടം നടത്തിയാൽ നിശ്ചയമായും അനന്യാസ് ജയിക്കും, പൗലോസ് തോക്കും. കാരണം പൗലോസിന്റെ ബോഡി സ്ട്രക്ചർ അത്ര ബലമുള്ളതല്ല. പിന്നെ എന്താ അനന്യാസ് പൗലോസിനെ പേടിച്ചതിന്റെ കാരണം, എഴുന്നേൽക്കാൻ ഭയപ്പെട്ടതിന്റെ കാരണം എന്താ? ദൈവം എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടും അനന്യാസ് എന്തുകൊണ്ട് എഴുന്നേറ്റില്ല? എഴുന്നേൽക്കാഞ്ഞതിന്റെ കാരണം ഫിസിക്കൽ സ്ട്രക്ചർ പേടിച്ചിട്ടല്ല, ആ മനുഷ്യന്റെ കയ്യിലുള്ള അധികാരപത്രമാണ്. അവിടെ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാനൊരു ദൂത് ഇന്ന് രാത്രി കൈമാറ്റം ചെയ്യുക. സ്തോത്രം. നീ മറ്റുള്ളവരെ ഭയക്കുന്നതിന്റെ കാരണം അവരുടെ കയ്യിലിരിക്കുന്ന അധികാരപത്രമാണെങ്കിൽ, അവരുടെ കയ്യിലുള്ള ചില അധികാരങ്ങളാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവം അതിനെ നിഷ്ഫലമാക്കിയിട്ട് സ്വർഗം നിങ്ങൾക്കൊരു പുറപ്പാട്, ഒരു എഴുന്നേൽപ്പ് തരും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. സഹോദര, ആ മനുഷ്യന്റെ കയ്യിലുള്ള അധികാരപത്രത്തെ കവിയുന്ന ഒരു അധികാരപത്രം എന്റെയും നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഈ 66 പുസ്തകമുള്ള വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമാണമാണെന്ന് ഇത് കയ്യിലേമ്പി നീ ഏതൊക്കെ രാജ്യത്ത്, ഏതൊക്കെ പട്ടണത്തിൽ പോകുന്നു, അവിടങ്ങളിലെല്ലാം ശക്തമായ ഒരു ആത്മനിയോഗം സ്വർഗം നമ്മുടെ മേൽ ഒഴുക്കുവാനിടയായി തീരും. വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിന് സ്തോത്രം പറയുന്നു. അപ്പൊ അനന്യാസിന്റെ വിടുതലിന് വേണ്ടി പരിശുദ്ധ ആത്മാവ് തന്നെ എഴുന്നേൽപ്പിച്ചു. 10-ാം അധ്യായത്തിലേക്ക് വരിക. ഒത്തിരി ഭാഗം എനിക്ക് വിശദീകരിക്കണമെന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ട് ഒരു കൊച്ചു മീറ്റിംഗ് കൂടെ, ഒരു പ്രയർ സെക്ഷൻ ഉള്ളതിന്റെ പേരിൽ ഞാൻ വളരെ വേഗത്തിൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്തോത്രം. ഒരു 2-3 മിനിറ്റ് കൂടെ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണം. 10-ാം അധ്യായത്തിനകത്തെ എഴുന്നേൽപ്പ് എന്ന് പറയുന്നത്, അല്ല നിങ്ങൾ പ്രസംഗിക്കാൻ വീണ്ടും പ്രാപ്തരാണെങ്കിൽ 9-ാം അധ്യായം വീണ്ടും 3 എഴുന്നേൽപ്പുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ എഴുന്നേൽപ്പ് അനന്യാസ് എഴുന്നേറ്റതാണ്. രണ്ടാമത്തെ എഴുന്നേൽപ്പ് പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 9-ാം അധ്യായം 2-ാമത്തെ എഴുന്നേൽപ്പ് വാക്യം 34-ലുണ്ട്. ഐനിയാസ് എന്ന് പറയുന്ന പക്ഷവാതക്കാരോട് ദൈവം പറയുന്നു എഴുന്നേൽക്കുക. 3-ാമത്തെ എഴുന്നേൽപ്പ് 9-ാം അധ്യായം തന്നെ 40-ാമത്തെ വാക്യത്തിലുണ്ട്. പത്രോസ് പുറത്തു വന്ന് മുട്ടുകുത്തി തബീതായോട് പറയുന്നു എഴുന്നേൽക്കുക. അത് സബ്ഹെഡിംഗായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം. ആ 3 എഴുന്നേൽപ്പുകൾ 9-ാം അധ്യായത്തിൽ. നമ്മുടെ ചിന്ത 8, 9, 10 അധ്യായത്തിലെ
3 എഴുന്നേൽപ്പുകളാണ്. എനിക്കറിയാം മെസ്സേജിന് ഭയങ്കരമായി സ്പീഡ് കൂടുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക, കർത്താവ് സഹായിക്കട്ടെ. 10ാമത്തെ അധ്യായത്തിനകത്ത് എഴുന്നേൽപ്പ് ഇങ്ങനെയാണ്. പത്രോസ് എഴുന്നേറ്റു. പത്രോസിനോട് ദൈവം പറയുന്നു, നീ എഴുന്നേൽക്കുക. 20ാം വാക്യം, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക. എന്തിനു എഴുന്നേൽക്കണം? കൊർന്നേലിയോസ് പറയുന്ന മനുഷ്യന്റെ വീട്ടിലേക്ക് പോകണം. ആ എഴുന്നേൽപ്പ് എന്തിനു വേണ്ടിയാ? അതൊരു ജാതീയ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വിടുതൽ വേണ്ടിയിട്ടാ. എന്ന് വെച്ചാൽ എല്ലാം ഈ പത്രോസിനോട് ദൈവം എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ പത്രോസ് ശരിക്കും പോകാൻ മനസ്സ് കാണിച്ചില്ല കേട്ടോ. കാരണം പത്രോസ് കാണുന്ന വെളിപ്പാടിൽ പറയുന്നുണ്ട്, കർത്താവ് ഞാൻ അശുദ്ധമായതൊന്നും എന്ത് ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല. തുപ്പട്ടി ഇറങ്ങി വരുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായതൊന്നും തൊട്ടിട്ടില്ല. അപ്പൊ ആ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഈ കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് സാധാരണ ഒരു യഹൂദൻ എന്ത് ചെയ്യില്ല, പോകില്ല. കാരണം അവൻ അശുദ്ധനായവനായിട്ട് സൊസൈറ്റിയിൽ കാണുന്നത്. എന്നാൽ ആ മനുഷ്യന്റെ അടുക്കലേക്ക് അവന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പത്രോസിനെ ദൈവം എഴുന്നേൽക്കാൻ പറയുന്നത്. 3 ഭാഗം ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോകുക. സഹോദര, 1ാമത്തെ എഴുന്നേൽപ്പ് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ചിലതിന്റെ വിടുതൽ വേണ്ടിയിട്ട്. 2ാമത്തെ എഴുന്നേൽപ്പ് പ്രമാണം അറിയാം, പക്ഷെ യേശുവിനെ ഞങ്ങൾ ആരാധിക്കില്ല, ദൈവസഭയെ ഉപദ്രവിച്ച് നടക്കും എന്ന് പറയുന്ന ചിലരെ വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള പുറപ്പാട്. ഞാനത് പറയുമ്പോൾ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ദൈവാത്മാവ് എന്നോട് പറയുന്നു, നീ വിശ്വാസത്തിൽ വന്നു പക്ഷെ നിന്റെ ഹസ്ബൻഡ് വന്നില്ല, നീ വിശ്വാസത്തിൽ വന്നു പക്ഷെ നിന്റെ വൈഫ് വന്നിട്ടില്ല, നീ വിശ്വാസത്തിൽ വന്നു പക്ഷെ നിന്റെ മക്കൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല. പ്രമാണം അവർക്കറിയാം, യേശുവിനെ അറിയാം, പക്ഷെ ആരാധിക്കില്ല. ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. 10ാമത്തെ എഴുന്നേൽപ്പ് ഹൈ സൊസൈറ്റി എഴുതി തള്ളിയ അശുദ്ധമാണെന്ന് പറയുന്ന ചിലതിന്റെ വിടുതലിന് വേണ്ടിയിട്ടുള്ള എഴുന്നേൽപ്പ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അതിനേക്കാൾ മുമ്പ് ഞാൻ ഈ പറയുന്ന അവസാനത്തെ വാക്ക് വളരെ പ്രാർത്ഥനയോടൊന്ന് കേൾക്കണേ സഹോദരങ്ങളെ. ഈ എഴുന്നേൽറ്റ 3 പേരെയും ദൈവം കൈവിട്ട് കളഞ്ഞില്ല. എന്റെ സന്തോഷം അതാ. സ്തോത്രം. ഫിലിപ്പോസിനെ ദൈവം കൈവിട്ടില്ല. മരുഭൂമിയിലോട്ട് വലിയ ബിഗ് ചർച്ചിന്റെ പാസ്റ്റർ എന്ന് പറയുന്ന പദവി വിട്ടിട്ട് ഫിലിപ്പോസിനെ ഗസയ്ക്കുള്ള വഴിയിലേക്ക് എഴുന്നേൽപ്പിച്ച ദൈവം ഫിലിപ്പോസിനെ കൈവിട്ട് കളഞ്ഞില്ല. 21ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ വായിക്കും. നിങ്ങൾ പിന്നെ ആ വാക്യം വായിച്ചാൽ മതി. പ്രവൃത്തിയുടെ പുസ്തകം 21:8 ഇങ്ങനെ കടന്നു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിലെത്തി. 70-ൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ഞങ്ങൾ ചെന്നു. സ്തോത്രം. ഗസയ്ക്കുള്ള വഴിയിലോട്ട് അന്ന് ദൈവം എഴുന്നേക്കാൻ പറഞ്ഞില്ലേ? എഴുന്നേറ്റ സമയത്ത് ഫിലിപ്പോസിന് വീട് കാണുമോ? എനിക്കറിയാൻ പാടില്ല. ഫിലിപ്പോസിന് നല്ല സാഹചര്യം ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. പക്ഷേ 21ാം അധ്യായം ഈ പുസ്തകത്തിന് വിരാമം കുറിക്കുന്നതിന് മുമ്പേ ദൈവം തെളിയിച്ചു, അവനൊരു നല്ല വീട് ദൈവം കൊടുത്തു മാനിച്ചു. മരുഭൂമിയിലോട്ട് നിന്നോട് ദൈവം എഴുന്നേക്കാൻ പറഞ്ഞെങ്കിൽ ദൈവം നിനക്ക് വീടും തരികയില്ല, കൂടും തരികയില്ല, ആമേൻ, പിള്ളാരെ തരികയില്ല. ഇങ്ങനെ പറയുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. നിനക്ക് മരുഭൂമിയിലോട്ട് നീ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പുറപ്പെട്ടു പോയെങ്കിൽ നിനക്ക് വേണ്ടിയ ഭൂമിയിലെ വീട് ദൈവം ദൈവം അത് തെളിയിക്കും. ഫിലിപ്പോസിന് ദൈവം ഒരു വീട്ടിൽ കൊടുത്തു. അടുത്ത വാക്യം എങ്ങനെയാ? അവന് കന്യകമാരും പ്രവചിക്കുന്ന 4 പുത്രിമാരും ഉണ്ടായിരുന്നു. അതാ എന്റെ സന്തോഷം. വീട് കൊടുത്ത് എന്നതിനേക്കാൾ നല്ല വലിയൊരു ഫ്ലാറ്റ് വാങ്ങി എന്നതിനേക്കാൾ എന്റെ സന്തോഷം ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യന് 4 പിള്ളാരുണ്ടായച്ചാ. ഒരുവൻ സിനിമ കാണുന്നവൻ, ഒരുവൻ സിഗരറ്റ് വലിച്ചു നടക്കുന്നവൻ, ഒരുവൻ മദ്യവെക്കുന്നവൻ, ഒരുവൻ ക്ലബിൽ അംഗം. അങ്ങനല്ല, 4 പിള്ളാരെ ദൈവം കൊടുത്തു. 4 പേരും പ്രവചിക്കുന്നവരാ. നിങ്ങൾ ഇന്ന് രാത്രി വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. മരുഭൂമിയിലോട്ട് ദൈവം നിന്നോട് എഴുന്നേക്കാൻ പറഞ്ഞെങ്കിൽ നിന്റെ സന്തതിയെ കൈവിട്ട് കളയാതെ അവരെ കൃപയാൽ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. രക്തത്താൽ ജയം. സ്തോത്രം. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവന്റെ വീട്ടിൽ ഒരു